ഇനി എന്താണ് കുത്തുബ് എന്ന് പറഞ്ഞാൽ, ഗൗസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആ ഒരു നോട്ടീസിൽ കുറച്ച് കാര്യങ്ങൾ, ചോദ്യങ്ങൾ, കണ്ടൻറ്റുകൾ വിട്ടിരുന്നു. ആരാണ് കുത്തുബ്? അതിൻ്റെ മറുപടി നമുക്ക് ആദ്യം പറയാം. ആരാണ് കുത്തുബ് എന്ന് ചോദിച്ചാൽ, കുത്തുബിൻ്റെ നിർവചനം ജവാഹിറുൽ മആനി പല കിതാബിലുണ്ട്. ഇത് ഇമാം മുനാവി, അബ്ദുർ റഊഫുൽ മുനാവി റഹിമഹുള്ളയുടെ ത്വബഖാത്തുൽ ഔലിയ ആണ്. ഇർഗാമു ഔലിയാ ശൈത്താൻ എന്ന് പറഞ്ഞ കിതാബാണ്. ഇതിൽ അവർ പറഞ്ഞത് നോക്കുക, കുത്തുബിൻ്റെ നിർവചനം പറഞ്ഞത്. കുത്തുബിൻ്റെ നിർവചനം പൂർണ്ണമാക്കി ആരും പറഞ്ഞിട്ടില്ല. ഒക്കെ പറഞ്ഞ് ഒരാൾ പറയാത്ത ഒരാൾ പറഞ്ഞ് അങ്ങനെ പല കോലത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാം പാടെ ജംഇയാണെങ്കിൽ ഒരു 2 പേജ് എഴുതാണ്ടാവും കുത്തുബിൻ്റെ നിർവചനം തന്നെ. അപ്പോൾ കുത്തുബിൻ്റെ നിർവചനം ഇതിൽ പറഞ്ഞത് ലാക്കിന്നൽ അഖ്താബൽ മുസ്തലഹ്. കുത്തുബ് എന്ന് പറഞ്ഞ രണ്ട് പ്രയോഗമുണ്ട്. കുത്തുബ് എന്ന് പറഞ്ഞാൽ നേതാവ് എന്നർത്ഥം, ഔലിയാവിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള നേതാവ് എന്നർത്ഥത്തിന് കുത്തുബ് എന്ന് പറയും. ആ അർത്ഥത്തിൽ കുത്തുബ് എല്ലാ മേഖലയിലും കുത്തുബുണ്ട്. ഓരോ നാടിനും കുത്തുബുണ്ട്. ഇന്ത്യക്കൊരു കുത്തുബുണ്ട്, കേരളത്തിനൊരു കുത്തുബുണ്ട്, മലപ്പുറത്തിനൊരു കുത്തുബുണ്ട്, മലപ്പുറം ജില്ലയിൽ തന്നെ ഇനിയിപ്പോൾ ഓരോ കറിയൊക്കെ കുത്തുബുണ്ട്. അങ്ങനെ കുത്തുബുണ്ട് എന്ന് പറഞ്ഞാൽ ആ കുത്തുബുണ്ടായതുകൊണ്ടാണ്, ആ വലിയ ഉണ്ടായതുകൊണ്ടാണ് ആ നാട്ടിൽ അള്ളാഹു തആല, ആ നാടിനെ അള്ളാഹു തആല സംരക്ഷിച്ചു പോരുന്നത് എന്നാണ്. ആ കുത്തുബ അവിടെ ഉണ്ടായതുകൊണ്ടാണ്. കാരണം അള്ളാഹുവിൻ്റെ ഖഹറൊക്കെ അങ്ങനെയല്ലേ. ഒരാൾ തെറ്റ് ചെയ്തതിന് അള്ളാഹു ശിക്ഷ ഇറക്കുമ്പോൾ ഇപ്പോൾ ഈ കുത്തുവാബീങ്ങളൊക്കെ എന്തിനാന്നുള്ള ചോദ്യമുണ്ട്. എന്താ അവിടെ നടക്കുന്നത് നിങ്ങൾക്കറിയോ? അള്ളാഹു തആല അള്ളാഹിൻ്റെ അദാബ്, ബലാ ഭൂമിയിലേക്ക് ഇറക്കുമ്പോൾ ഒരാളേക്കും തെറ്റ് ചെയ്തിട്ടുണ്ടാവും ഒരു മേഖലയിൽ. അള്ളാഹിൻ്റെ തീരുമാന ഹൗസ് ഇങ്ങനെ കാണുകയാണ്. എന്ത് ഭൂകമ്പം ഉണ്ടാകുന്നതും ബസ് ഇടിക്കുന്നതും കാറിടിക്കുന്നതും അദാബാണ്. അപ്പോൾ കുത്തുബ് ഈ തീരുമാനം, അള്ളാഹിൻ്റെ തീരുമാനം കാണുമ്പോൾ അത് പേടിക്കുന്ന പറയുന്നു. എന്നിട്ട് കുറച്ചു നേരം കാത്തിരിക്കും, ലൗഹിലേക്ക് നോക്കി നിൽക്കും, അള്ളാഹു തആല അതിൽ വലിയ മാറ്റം വരുത്തുന്നുണ്ടോ. അപ്പോൾ കുത്തുബ് ഔലിയാക്കന്മാരെ ആ പിന്നെ തസ്തികയിൽ നിന്ന് ഏകദേശം തുടക്കത്തുള്ള തസ്തികയാണ് നുജബാ എന്ന് പറയുന്ന തസ്തിക. നിങ്ങൾ വീട്ടിലെ ചിലവർ അങ്ങനെ ദ്വാരക്കോലോ നുജബായോ നുക്കബായോ റുക്കബായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊന്നും പറയില്ല. ഇല്ല, ജമീ ഔലിയായിക്കാന്ന് സമയം എന്തിനാ ജമീ ഔലിയായിക്ക എന്നാ ഞാൻ പറയില്ല. ദുക്കൂരിയും വൈനാത്തിയും സിഖാരിയും കിബാരി എന്തിനാ നമ്മൾ ചെറുതാക്കാനും വലുതാക്കാനൊക്കെ പോകുന്നത്? ജമീ ഔലിയായിക്കാന്നൊക്കെ കഴിഞ്ഞില്ല. ദുക്കൂറ് വിനാസം എന്നൊക്കെ പറയില്ല. എന്താ ആണ് പെണ്ണ് വ്യത്യാസം പോരില്ല, അങ്ങനെ വ്യത്യാസമൊന്നും പോലില്ല. ആണായാലും പെണ്ണായാലും വലിയ ആയി കഴിഞ്ഞാൽ വലുതന്നെ. അപ്പോൾ ഞാൻ ജമീ ഔലിയായിക്കാന്നാ പറയല്. പിന്നെ ചിലപ്പോൾ ഗൗസിനൊക്കെ എടുത്ത് പറയേണ്ടി വരും, ചില പ്രത്യേക ആൾക്കാരെ എടുത്ത് പറയേണ്ടി വരും. അല്ല നുജബായും റുക്കബായും അതിൻ്റെ മാനേജ് മൂപ്പർക്ക് അറിയില്ലാലും. എന്താണ് നുജബാ എന്ന് പറഞ്ഞാൽ, എന്താണ് നുക്കബാ എന്ന് പറഞ്ഞാൽ അതറിയില്ല. അപ്പോൾ നജീബ് എന്ന് പറയുന്ന നജാബത്ത് എന്ന ആ സ്ഥാനത്തിന് പറയുക. ആ സ്ഥാനം അലങ്കരിച്ച വലിയന് നജീബ് എന്ന് പറയും. അവരാ വിങ്ങിന് നുജബാ എന്ന് പറയും, നുജൂബ് എന്നും പറയും. പിന്നെ അതിൻ്റെ മേലുള്ള സ്ഥാനമാണ് നുഖബാ. നഖാബത്ത് എന്ന സ്ഥാനത്തിന് പറയും, നഖീബ് എന്നൊരു വ്യക്തിക്ക് പറയും, നുഖബാ എന്ന് അവർക്ക് പറയാം. ആ വിങ്ങിന് ഒരു വിങ്ങാണ് അവർ. അവരെ മുകളിലുള്ളവർക്ക് അബുദാല് എന്ന് പറയും, ചിലപ്പോഴൊക്കെ ബുദല എന്നും പറയും. ഒരു വ്യക്തിക്ക് ബദൽ എന്ന് പറയും, പെണ്ണാണെങ്കിൽ ബദലത്ത് എന്ന് പറയും. മറ്റിലൊക്കെ നഖീബത്ത് നജീബത്ത് എന്ന് പറയുന്നത് പോലെ ബദലത്ത് എന്ന് പറയും. ചിലപ്പോൾ ആ സ്ഥാനത്ത് പെണ്ണുണ്ടാവലുണ്ട്. 7 ആളുകളാണ് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാകുക. ഭൂമി 7 അഖാലീമാണല്ലോ. ഈ ഇഖ്ലീമിലായിക്കൊണ്ട് അള്ളാഹു തആല 7 ആളെ തീരുമാനിച്ചിട്ടുണ്ട്. 7 ഇഖ്ലീമിൽ, 7 ഭൂഖണ്ഡം എന്നൊക്കെ പറയാമല്ലോ. ഓരോ ഇഖ്ലീമിലും ഓരോരുത്തരുണ്ടാവും. അപ്പോൾ അബുദാലിൻ്റെ മേലെ ഉള്ള സ്ഥാനമാണ് ഔത്താദ് എന്ന് പറയുന്ന സ്ഥാനം. ഔത്താദ് അവർ 4 പേരെ ഉണ്ടാവുള്ളൂ, അതിനേക്കാൾ കൂടുതലില്ല കുറയില്ല. ഔത്താദ് എന്ന് പറയുന്നത് തന്നെ ഔത്താദുൽ ഉസൂലുണ്ട്, അടിസ്ഥാന ഔത്താദും ഉണ്ട്, ഔത്താദുൽ ഫുറൂ ഉണ്ട്. ഔത്താദുൽ ഉസൂലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇദ്രീസ് നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, ഖദർ നബി അലൈഹിസ്സലാം, ഇല്യാസ് നബി അലൈഹിസ്സലാം. ഇത് രണ്ടും
അവർ ഉസൂല് എന്ന് പറഞ്ഞാൽ അവരെവിടെയുള്ളത്? അവർ ഈ ഭൂലോകത്തിൻ്റെ അല്ല, മറിച്ച് ലോകത്തിൻ്റെ 4 കോണുകളിലാണ് അവരുടെ ചുമതല ഉള്ളത്. അവരവിടെ പോയി ഇങ്ങനെ എപ്പോഴും നിൽക്കും എന്നർത്ഥത്തിനില്ല. ചിലപ്പോൾ അവിടെ പോവുകയും ചെയ്യും. അവിടെ പോയി നിൽക്കൽ നിർബന്ധമൊന്നുമില്ല, നിയന്ത്രിച്ചാൽ മതി. വലിയ നിയന്ത്രിക്കാൻ അവൾ പോകേണ്ട ആവശ്യം എന്താ? വലിയ എവിടെ ആയാലും നിയന്ത്രിക്കാം, വലിയ എവിടെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഔത്താദുൽ ഉസൂൽ എന്ന് പറയുന്ന, അവർക്ക് അഖ്താബ് എന്നും പറയും. അവർ 4 അംബിയാ മുർസലീങ്ങളാണ്. അവർ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ 4 കോണുകളിലാണ്, ഷർക്ക്, ഗർബ്, ഷമാല്, ജനൂബ്. പിന്നെ ഭൂമിയുടെ ഷർക്കിലും ഗർബിലും ഷമാലും ജനൂബിലുമായിട്ട് 4 ദിക്കുകളിലായിട്ട് പിന്നെ ഈ ഉമ്മത്തിൽപ്പെട്ട 4 ഔത്താദീങ്ങളുണ്ട്. ഒക്കെ അവർ മാറിക്കൊണ്ടിരിക്കും, മറ്റൊരു മാറൂല. ഈ ഔത്താദീങ്ങൾ മറ്റേ ഔത്താദീങ്ങളുടെ പ്രതിനിധികളാണ്. ഈ 4 ഔത്താദീങ്ങൾ അവർക്കൊക്കെ സ്പെഷ്യലായ പേരുണ്ട്. അവർക്ക് ഉമ്മി വാപ്പി വിളിക്കുന്നൊരു പേരും ഉണ്ടാവും. അവർ ആ സ്ഥാനത്തേക്ക് കയറിയാൽ പിന്നെ അവർ ഔത്താദേ എന്നല്ല വിളിക്കുക. അവർക്ക് ഓരോ പേരുണ്ട്. ഔത്താദീങ്ങൾക്ക് അബ്ദ് കൂട്ടിയിട്ട്, അബ്ദ് കൂട്ടാതെ പേരുള്ളവരുണ്ട്, അബ്ദ് കൂട്ടിയിട്ട് പേരുള്ളവരുണ്ട്. ആ പേരാ ഓരോ വാനലോകത്തും ഭൂമി ലോകത്തൊക്കെ ഔലിയാക്കന്മാർ ആ പേരാ വിളിക്കുക. അപ്പോൾ ഔത്താദ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള സ്ഥാനമാണ് ഇമാമാനി എന്നറിയുന്ന സ്ഥാനം. ഇമാമാനി എന്ന് പറയുന്ന സ്ഥാനം അത് കഴിഞ്ഞാൽ പിന്നെയാണ് ഗൗസ് എന്ന് പറയുന്ന സ്ഥാനം. ഞാൻ ഇപ്പം എന്തതിന് ഇത് എണ്ണിയത് എന്ന്. ഈ തസ്തികകളിലൊക്കെ ഉള്ളൊരു നേതാവുണ്ട്. ഔത്താദിലൊരു നേതാവുണ്ടാവും, അബ്ദാലിലൊരു നേതാവുണ്ടാവും, നുഖബായിലൊരു നേതാവുണ്ടാവും, നുജബായിലൊരു നേതാവുണ്ടാവും, റയീസ്. ആ റയീസിനൊക്കെ ആ കൂട്ടത്തിലുള്ള കുത്തുബ് എന്ന് പറയും. കുത്തുബുൽ അബ്ദാൽ, കുത്തുബുൽ നുജബായി, കുത്തുബുൽ നുഖബായി, കുത്തുബുൽ ഔത്താദി, ഇങ്ങനെ പറയും. ആ കുത്തുബാണ് തൊട്ട് മേലുള്ള സ്ഥാനത്ത് ഒരു കാര്യപ്പെട്ട ആൾ മരിച്ചു പോയാൽ ഈ കുത്തുബാണ് അങ്ങോട്ട് കയറുക. അങ്ങനെ പോയി അവസാനം 2 ആളായിട്ട് മാറും. ഇമാമാനി എന്ന് പറയും. ഇമാമാനിയുടെ മുകളിലാണ് ഗൗസ് എന്ന് പറയുന്ന ആളുള്ളത്. ഗൗസിൻ്റെ വലത് ഭാഗത്ത് ഒരു ഇമാമും ഇടത് ഭാഗത്ത് ഒരു ഇമാമും, അങ്ങനെ 2 ഇമാമുണ്ട്. വലത് ഭാഗത്തുള്ള ഇമാമ് വാനലോകം മൊത്തം ശ്രദ്ധിക്കുന്നത് വലത് ഭാഗത്തുള്ള ഇമാമാണ്. ഇടത് ഭാഗത്തുള്ള ഇമാമ് തായ് ഭാഗം ആലമുൻ നാസൂത്ത് അത് നോക്കുന്ന കർത്തവ്യമാണ് ഉള്ളത്. അപ്പോൾ എന്തിനാ 2 ഇമാമ്? അവർക്കെന്താ ഇമാമെന്ന് പറയാൻ കാരണം? ഇമാമെന്ന് പറയാൻ കാരണം ഇവർക്ക് നിത്യം, ഞാൻ പറഞ്ഞല്ലോ 1,24,000 ഔലിയായിരുന്നു. അഹ്ലു ദീവാൻ എന്ന് പറയും അവർക്ക്. ഓഫീസ് എന്നാ ദീവാൻ്റെ അർത്ഥം. ഈ ലോകത്തിൻ്റെ ഓഫീസാണത്, ഓഫീസേഴ്സ്. ഈ അഹ്ലു ദീവാൻ അവർ എല്ലാ ദിവസവും ഒരു നേരം അവർക്ക് ഒരുമിച്ച് കൂടുതൽ നിർബന്ധം. അത് ഗാറു ഹിറായെ ചുറ്റിപ്പറ്റി അവിടെയാണെന്നാണ് പറയുന്നത്. ഗാറു ഹിറാല് സുബഹിയുടെ മുമ്പാണ് അവർ ഒരുമിച്ച് കൂടുക, അഹ്ലു ദീവാൻ. അവിടുത്തെ ആ മീറ്റിങ്ങിലുള്ള അധ്യക്ഷൻ അത് ഗൗസാണ്. അധ്യക്ഷൻ്റെ തൊട്ടടുത്ത് 2 ഇമാം ഇരിക്കും, വലത് ഭാഗത്തൊരാളും ഇടത് ഭാഗത്തൊരാളും. അവർക്കൊക്കെ നിശ്ചിത സീറ്റുകളുണ്ട്. സീറ്റ് മാറിയിരിക്കാൻ പാടില്ല. മുന്നിലിരിക്കുന്നവരും എവിടെ ഇരിക്കുന്നവരും. അതിൽ മലക്കാളും ഉണ്ടാവും, ജിബ്രീൽ അലൈഹി ഇസ്ലാമൊക്കെ ഉണ്ടാവും ബാക്കിൽ. മുന്നിലുള്ളവരതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഉണ്ടാവും. ചിലപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് ആ മീറ്റിങ്ങിലേക്ക് വരും. അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു ആ മീറ്റിങ്ങിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇബ്രീസിൽ അൽ ഇബ്രീസ് മിൻ കലാമിൽ ഗൗസ് അബ്ദുൽ അസീസ്, അതിൽ പറയുന്നുണ്ട് വിശദമായിട്ട്. ഞാൻ പറയുന്നതൊക്കെ വടായി അല്ലേ, ഒക്കെ ഉള്ളത് തന്നെയാണ്, അങ്ങനെ മാനത്തോക്കി പറയുന്നതല്ല. ഞാൻ എന്ത് പറഞ്ഞു എൻ്റെ ചോദിച്ചാൽ എൻ്റെ ഒപ്പം കൂടാ, ഇജ്ജ പറഞ്ഞത് എവിടെയുള്ളത് എന്ന് ചോദിച്ചാൽ എവിടെയെങ്കിലും ഉള്ളത് തന്നെയാണ് പറയുന്നത്. ഇല്ലാത്ത പറയുന്നില്ല, ഉള്ളത് തന്നെയാണ് പറയുന്നത്. എല്ലാം പാടെ പറയാൻ ചിലപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. എന്നെ കിതാബിൽ പറയണമെന്ന് ഓർമ്മ ഉണ്ടാവും, ഉള്ളുണ്ട് എന്ന് പറയണമെന്ന് ഓർമ്മ ഉണ്ടാവില്ല.
ചില പറഞ്ഞ കിതാബും ചിലപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ ചോദിച്ചിൻ്റെ ഒപ്പം കൂടി ഇടങ്ങാറാക്കുകയാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരും ചെയ്യും. എപ്പോഴൊന്നും ഇടങ്ങാറാവില്ല, അധിക സമയത്തും ഇടങ്ങാറാവില്ല. എനിക്ക് ഓർമ്മയുള്ള ഹുദൂറുള്ളത് വിഷയങ്ങൾ തന്നെയാണ് അധികം. അപ്പോൾ അഹ്ലുദ്ദീവാൻ, ഈ അഹ്ലുദ്ദീവാൻ ഭയങ്കര അദബിലാണ് അവർ. ചിലപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സദസ്സിൽ കയറി വരും. അങ്ങനെ കയറി വന്നാൽ അവിടുത്തെ അധ്യക്ഷൻ മുത്തുനബി ആയിരിക്കും. ഗൗസ് ഇരിക്കുന്നിടത്തിരിക്കുക. ഗൗസിൻ്റെ വലത് ഭാഗത്തിരിക്കുന്ന ആൾ അങ്ങോട്ടിരിക്കും, വലത് ഭാഗത്തിരിക്ക് ഗൗസ് ഇറങ്ങിയിരിക്കും. അങ്ങനെയാണ് ആ മീറ്റിങ്ങിൻ്റെ നിയമങ്ങൾ. ഗൗസ് സംസാരിക്കുമ്പോൾ ഗൗസ് കോഡ് ഭാഷയിലാണ് സംസാരിക്കുക. മീറ്റിങ്ങിൽ ഗൗസിൻ്റെ സംസാരം മനസ്സിലാക്കാൻ 2 വ്യക്തിക്ക് കഴിയൂ, ഇടത്തും വലത്തുമുള്ള ഇമാമിന്. സദസ്സിലുള്ളവർ സംസാരിക്കുന്നത് ഇവർക്ക് തിരിയെങ്കിലും ഇവർ സംസാരിക്കുന്നത് അവർക്ക് തിരിയില്ല. ലികുല്ലി മഖാമിൻ മഖാലുൻ, ഗൗസുൽ പറഞ്ഞു. എല്ലാ മഖാമിലും ഓരോ ഇസ്തുലാഹുണ്ട്, ഓരോ വാക്കുകളുണ്ട്. ആ മഖാമിൽ കയറിയവന് മാത്രമേ എന്താണ് ആ പറഞ്ഞത് എന്ന് തിരിയൂ. തൗഹീദ് തന്നെ എത്ര ഡിഗ്രി തൗഹീദ് ഉണ്ട്. നമ്മൾ തൗഹീദ് എന്ന് പറയും. പക്ഷെ ഷറവുൽ ഓതിയാൽ നമുക്ക് തൗഹീദ് പൂർണ്ണമായി നമ്മളെ വിചാരം. ഇനി ഷറവുൽ മാക്കി പോന്ന് മുത്താല ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ മുറാമൊന്ന് ഓതിയാൽ മതി, എന്നാൽ നമുക്ക് തൗഹീദ് തഴഞ്ഞു എന്ന് നമ്മളെ വിചാരം. സുബ്ഹാന ജല്ലാലു. തൗഹീദിന് 1000കണക്കിന് ഡോസ് ഉണ്ട്, അതിനൊക്കെ പേരുമുണ്ട്. തൗഹീദിന് പേരുണ്ട്. വാഹിദിയത്ത്, അഹദിയത്ത്, വഹദത്ത്, വഹദാനിയത്ത്, ഫർദാനിയത്ത്, ഈഹാദ്, അങ്ങനെ പോകും. ഇപ്പോൾ 2 വലിയ ഔലിയാക്കന്മാർ കണ്ട ഇജിപ്പോൾ എവിടെയുള്ളത്? ഞാൻ ഇവിടെ തന്നെ മറുപടി, ഞാൻ ഈഹാദിലുള്ളത്, ഞാൻ വഹദത്തിലുള്ളത്. ഇങ്ങനെ അവരെ മറുപടി. ചില മറുപടി ഒന്നും പറഞ്ഞാൽ തീരുമില്ല, അത് നീണ്ടു പോകും, അതിൻ്റെ പേര് പറയും. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്? ഗൗസുൽ ആലം പറഞ്ഞു ലികുല്ലി മഖാമിൻ മഖാൽ. ഗൗസുൽ ആലമിനോട് ഏറ്റവും അടുത്തൊരു മുരീദ്, വലിയ വലിയ തന്നെയാണ് അവർ. അലിയുനുൽ ഹീത്തി എന്നാണ് തോന്നുന്നത്, വലിയ വലിയാണ്. ഗൗസുൽ ആലം വാനലോകത്തുനിന്നൊരു വലിയ വന്നിട്ട് ഗൗസുൽ ആലമിനോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ പിരിഞ്ഞു പോയ ശേഷം അവർ പറഞ്ഞു, എന്തെങ്കിലും രണ്ടാളും പറഞ്ഞു, എനിക്കൊരു അറഫ് തിരിഞ്ഞില്ലല്ലോ. അപ്പോൾ ഗൗസുൽ ആലം പറഞ്ഞു കൊടുത്തതാണ് ലികുല്ലി മഖാമിൻ മഖാൽ. എല്ലാ മഖാമിനും ഒരു മഖാലുണ്ട്, ഒരു ഇസ്തിലാഹ്, ചില വാക്കുകളുണ്ട്. അത് അവർക്കേ തിരിയൂ. ആ സ്ഥാനത്തേക്ക് എത്തിയാൽ തിരിയൂ, അതിന് മുമ്പ് തിരിയൂല. ആ സ്ഥാനത്തേക്ക് എത്താനുള്ളതാണെങ്കിലും തിരിയൂ, കുറേശ്ശെ ചിലപ്പോൾ തിരിയും. ദൗക്കൊണ്ട് തിരിയൽ സ്ഥാനത്തേക്ക് എത്തിയതിൻ്റെ ശേഷം തിരിയുള്ളൂ. ദൗക്കൊണ്ടല്ലാതെ കെഷ്ഫോണ്ടും ഇല്ലാമോണ്ടൊക്കെ തിരിയും, അത് വേറെ തിരിച്ചിലാണ്. ദൗക്കൊണ്ട് തിരിയണമെങ്കിൽ ആ സ്ഥാനത്തേക്ക് എത്തണം. അപ്പോൾ ഇമാമാന് സംസാരിക്കുന്നത്, ഗൗസ് സംസാരിക്കുന്നത് ഇമാമിനെ തിരിയൂ. പിന്നെ ഈ ഗൗസ് പറഞ്ഞു കൊടുക്കണം ബാക്കിയുള്ളവർക്ക്, തർജ്ജമ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇവർ രണ്ടാളും മറ്റുള്ളവരുടെ ഇമാമായി. പിന്നെ വാനലോകം നിയന്ത്രിക്കാൻ വലത് ഭാഗത്താളും ഭൂലോകം നിയന്ത്രിക്കാൻ ഇടത് ഭാഗത്താളും തീരുമാനിക്കാൻ കാരണം ഗൗസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ കാഷാനി റഹിമഹുല്ല ലത്തോയിഫിൽ പറഞ്ഞില്ലേ, മുമ്പ് കഴിഞ്ഞു പോയ അഖ്ത്വാബിങ്ങൾക്കൊന്നും നമ്മുടെ ഈ ഉമ്മത്തിലുള്ള കുത്തുബിന് കിട്ടുന്ന അത്ര മഅരിഫത്തും അത്ര തജല്ലിയാത്തും അവർക്ക് കിട്ടുന്നില്ല. അവരെ കുത്തുബിയത്ത് ഏതില്ല, ഈ കുത്തുബിയത്തുൽ ഉൽമ എന്ന് പറയാൻ പറ്റൂല, കമാലിയത്തില്ല. ഈ ഉമ്മത്തിൽപ്പെട്ട കുത്തുബിനാണ് കമാലിയത്തുള്ളത് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടിയ ആ വലിയ മഅരിഫത്ത്, ആ മഅരിഫത്താണ് ഗൗസ് കൈകാര്യം ചെയ്യുന്നത്. അത് കൈകാര്യം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പല തജല്ലിയാത്തും വരുമ്പോൾ ആ വലിയനിക്ക്, ഗൗസ് എന്ന വലിയനിക്ക് പലപ്പോഴും സൃഷ്ടികളുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു പോകും, നിയന്ത്രിക്കാൻ കഴിയാതാവും. ഗൗസിൻ്റെ കയ്യിൽ തന്നെയാണ് കാര്യമെങ്കിലും ഗൗസിന് ചില സമയത്ത് ഗൈബത്ത് വരും, അള്ളാഹുവിൽ ഗൈബത്ത് വരും. അള്ളാഹുവിൻ്റെ വലിയ മാരിഫത്ത് വരുന്ന സമയത്ത്, ഷുഹൂദും തജല്ലിയാത്തും വരുന്ന സമയത്ത്, അന്നേരം ഗൗസിൻ്റെ പണി എടുക്കാനാണ് 2 ഇമാമാനുള്ളത്. ഗൗസ് മരിച്ചു കഴിഞ്ഞാൽ ഗൗസിൻ്റെ
സ്ഥാനത്തേക്ക് 2 ഇമാമിയങ്ങളിൽ നിന്ന് ഒരാൾ കയറി വരും, അവരെ നായിബാക്കുക. അപ്പോൾ ഇതിൽ കുതുബ് എന്നുള്ള പ്രയോഗം എല്ലാ തസ്തികകളിലുള്ള നേതാവിന് പറയുമെങ്കിലും, കുതുബുൽ ഉലൂമ്, കുതുബുൽ മആരിഫ്, കുതുബുൽ വിലാദ് അങ്ങനെയൊക്കെ പ്രയോഗിക്കുമെങ്കിലും സാക്ഷാൽ കുതുബ് എന്ന് പറയുന്നത് ലാക്കിന്നൽ അഖ്താബൽ മുസ്തലഹ അലാ അൻ യകൂന ലഹുമുൽ ഇസ്മു മുത്ലഖൻ ബിഗൈരി ഇളാഫത്തിൻ, ഇളാഫത്ത് ചെയ്യാതെ അൽ കുതുബ് എന്ന് പറയുന്ന ആ സ്ഥാനം ലാ യകൂനു ഫിസ്സമാനി ഇല്ലാ വാഹിദുൻ, അതൊരു കാലത്ത് ഒരാൾക്കേ ഉണ്ടാവും. ഒരു സമയത്ത് എന്നാണ് പറഞ്ഞത്, ഒരു കാലം എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ഒരാൾക്കേ അതുണ്ടാവുള്ളൂ. വഹുവൽ ഗൗസു. അപ്പോൾ ഒരു സമയത്ത് ഒരാൾക്ക് മാത്രം കിട്ടുന്ന കുതുബ് എന്ന സ്ഥാനം, ആ സ്ഥാനത്തിനുള്ള പേരാണ് ഗൗസ്. ഗൗസും കുതുബും ഒന്ന് തന്നെയാണ്, ചെറിയ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ കുതുബ് എന്നുള്ള വാക്കിനെ പിന്നെ നേതാവ് ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരു തസ്തികയിലുള്ള നേതാവ് അർത്ഥത്തിന് ഉപയോഗിക്കുമെങ്കിലും ഗൗസ് എന്ന് പറഞ്ഞ വാക്കിനെ അങ്ങനെ നേതാവ് അർത്ഥത്തിന് ഉപയോഗിക്കുകയില്ല. ഗൗസ് എന്ന് പറഞ്ഞാൽ എന്തിനേ ഉപയോഗിക്കുള്ളൂ? അള്ളാഹുവിൻ്റെ ഖൽവ, അള്ളാഹു തആല നേർക്കുനേർ അള്ളാഹുവിൽ നിന്ന് തജല്ലിയാത്തും അള്ളാഹുവിൻ്റെ ഖൽവയും ലഭിക്കുന്ന വലിയ എന്നർത്ഥം. വഹുവൽ ഗൗസു വഹുവ സയ്യിദു അഹ്ലി സമനിഹി. കുതുബിൻ്റെ ചെറിയൊരു നിർവചനം ഇതിൽ പറയാണ്. ആ കാലഘട്ടത്തിലുള്ള ആളുകളുടെ നേതാവാണ് ഗൗസ്. വ മഹല്ലു നദറിൽ ഹഖി, അള്ളാഹുവിൻ്റെ നോട്ടസ്ഥലം. മഹല്ലു നദറിൽ ഹഖി, അള്ളാഹിൻ്റെ നോട്ടസ്ഥലം എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്താ? അള്ളാഹിൻ്റെ നോട്ടം എല്ലായിടത്തേക്കില്ലേ? അങ്ങനെ സൂഫിയാക്കളെ കിതാബ് നോക്കിയിട്ട് മൗലവിമാർ സൂഫിയാക്കളോട് ഈറടിച്ചല്ല. അങ്ങനെ ചില മൗലവിമാർ അള്ളാഹിൻ്റെ നോട്ടസ്ഥലം, അള്ളാഹിൻ്റെ നോട്ടം എടുക്കാനില്ലാത്ത അതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് ആരാ പറയുന്നത്? അള്ളാഹിൻ്റെ നോട്ടസ്ഥലം എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ആരിഫ്യങ്ങൾ പറഞ്ഞത് ഇൻസാനിൽ ഉയൂൻ, ഇൻസാനി ഐനിൽ വുജൂദ്, ഈ പ്രപഞ്ചമാകുന്ന കണ്ണ്, ആ കണ്ണിൻ്റെ കൃഷ്ണമണിയാണ്. കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഈ നോക്കുന്ന വ്യക്തിനെ ആ കണ്ണിൽ ഇങ്ങനെ കാണൂലേ? അത് കണ്ടിട്ടില്ലേ? ശ്രദ്ധിച്ചു നോക്കിയില്ലേ? കണ്ണിൻ്റെ കൃഷ്ണമണിയാണ്. എന്താ? അതിലൊക്കെ പഠിക്കാനുണ്ട്. അതാണ് ഇബ്നു അജീബ് തങ്ങൾ പറഞ്ഞത്. പറഞ്ഞതിൻ്റെ മാന തിരണമെങ്കിൽ കുറച്ച് പണിയാണ്. കണ്ണിൻ്റെ കൃഷ്ണമണി, ഇൻസാനി ഐനിൽ വുജൂദ്, പ്രപഞ്ചമാകുന്ന കണ്ണിൻ്റെ കൃഷ്ണമണി. കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ നോക്കിയ ആളെങ്ങനെ കാണും? അതിൽ ഒരാൾ കുതുബായി കഴിഞ്ഞാൽ ആ കുതുബ് അള്ളാഹുവിൻ്റെ ഒരു തജല്ലിയായിട്ടാണ് വരുന്നത്. അള്ളാഹുവിൻ്റെ ഖലീഫായിട്ട്, അള്ളാഹുവിൻ്റെ തജല്ലിയായിട്ട് അള്ളാഹു തആല അങ്ങോട്ടാണ് നോക്കുന്നത്, ആ ഇൻസാനും അതിൻ്റെ വുജൂദിലേക്ക്. അയാൾ എന്താ പറയുന്നത് അതേമാതിരി ചെയ്യും. പഠിച്ചോനെ ഈ ആ ഭൂകമ്പം ഇറക്കല്ലേ എന്ന് പറഞ്ഞാൽ, ഭൂകമ്പം വരുന്നുണ്ട് എന്നുള്ള വാർത്ത സുബയുടെ മുമ്പായിട്ട് ഇവർക്ക് കിട്ടും, അഹ്ലു ദീവാന് കിട്ടും. ഈ പറഞ്ഞ കൂട്ടർക്ക് അഹ്ലുൽ അല്ലി വൽ അഖദിന് അള്ളാഹു തആല ആദ്യം അവരെ അറിയിക്കും. അപ്പോൾ അവർ ചർച്ച ചെയ്യും. അവർ ചർച്ച ചെയ്തിട്ട് അള്ളാഹിനെ തോൽപ്പിക്കാനും നോൽക്ക് കഴിയൂല കേട്ടോ. അള്ളാഹിനെ ഖദറിനെ പറ്റി ഇന്തിളാർ ചെയ്യാന്നൊക്കെയാണ് മാന. നമുക്കത് അവർ നോക്കൂ, ഇത് മുഹ്കമാണോ മുബറമാണോ, മുബറമല്ലേ എന്നൊക്കെ നോക്കൂ. മുഅല്ലഖാണോ എന്നൊക്കെ നോക്കൂ. മുബറമാണ് അല്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാവും അതിനെപ്പറ്റി പഠിച്ചാൽ. മുബറമല്ല, ഇത് മാറ്റാൻ പറ്റുന്നൊരു സംഗതിയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ചർച്ചയാവും. അപ്പോൾ അവരെ താഴ്ന്ന പടിയുള്ള ആളുകളാണ് ആദ്യം ആ വിഷയം പിൻവലിക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കുക, അള്ളാഹിനോട് ദ്വാരക്കുക. അത് സ്വീകരിച്ചില്ലേ മേലേക്ക് വരും. അവസാനം അവരൊന്നും സ്വീകരിച്ചില്ലേ കുത്തുബ് ഗൗസ് ഇടപെടുക. അപ്പോൾ ആ ഗൗസിനെ നോക്കിയിട്ടാണ് അള്ളാഹു തആല എല്ലാം തീരുമാനിക്കുന്നത്. ഗൗസിൻ്റെ ഭരണത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഗൗസിൻ്റെ പിന്നിലുള്ള എല്ലാ ഔലിയാക്കന്മാരും മലക്കുകളും മുഅ്മിനീങ്ങളും ഒക്കെ അവർ മനസ്സിൽ വിചാരിക്കുന്നതും ദുആ ചെയ്യണതും പറയുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ നിയന്ത്രണം ഗൗസിൻ്റെ കയ്യിൽ തന്നെയാണ്. നമുക്ക് പറയാം. അത് ഗൗസ് അറിയൊക്കെ ചെയ്യും. ഓ സയ്യിദു അഹ്ലി സമനിഹി വ മഹല്ലു നദറിൽ ഹഖി, അള്ളാഹുവിൻ്റെ നോട്ടത്തിൻ്റെ മഹല്ലാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ഗൗസിനെ പരിഗണിച്ചിട്ടാണ് അള്ളാഹു തആല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. വമിൻഹും മൻ യഹൂസുൽ ഖിലാഫത ളാഹിറ വൽ ബാത്തിന മഅ, ചില കുതുബീങ്ങൾക്ക് അള്ളാഹു തആല
ലാഹിറത്തായ ഖിലാഫത്ത് കൊടുക്കും. ഏതുപോലെ ഖുലഫാ അർബഅത്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽ അലി റളിയല്ലാഹു അൻഹു വരെയുള്ള മഹാന്മാർ, അവർക്ക് ഈ ലാഹിറായ ഖിലാഫത്ത് തന്നെ കൊടുത്തു. ഭരണം ഖലീഫത്തുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞ ലാഹിറ ഭരണം തന്നെ കൊടുത്തു. അതിൻ്റെ പുറമെ അവർ തന്നെ ആയിരുന്നു അക്കാലത്തുള്ള അഖ്ത്വാബിങ്ങൾ. ഇത്തഫഖു എന്ന് കാണാം. ഇത്തഫഖു അല അന്നൽ ഖുലഫാ അൽ അർബഅത അഖ്ത്വാബുൻ എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? നമ്മളെ അൽ ജവാഖീത്ത് വൽ ജവാഹിറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖിലാഫത്തു ലാഹിറത്തും ഖിലാഫത്തു ബാത്തിനത്ത്, ഖിലാഫത്തു ബാത്തിനത്താണ് ഗൗസിൻ്റെത്. ഇത് രണ്ടും ഒരുമിച്ച് കൂട്ടുന്നവരുണ്ട്. വഹും ഖലീലുൻ കൽ ഖുലഫാഇൽ അർബഅ വമിന്നും മൻ ലഹുൽ ബാത്തിനത്തു ഫഖത്ത്, ബാത്തിന് മാത്രം കിട്ടുന്നവരുണ്ട്. കബി യസീദുൽ ബിസ്താമി. അപ്പോൾ ഇതാണ് കുത്തുബിൻ്റെ ചെറിയൊരു നിർവചനം. ഇനി വലിയൊരു നിർവചനം പറയാം. ഇത് ജവാഹിറുൽ മആനി, ജവാഹിറുൽ മആനി പിന്നെ അഹമ്മദു തീജാനി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബാണ്. തീജാനി ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ പിൻകാലത്ത് തെറ്റിദ്ധരിക്കപ്പെട്ട ത്വരീഖത്തുണ്ട്, അതിൻ്റെ അസുല് വരെ തന്നെയാണ്. അപ്പോൾ ഖാദിരിയ ത്വരീഖത്ത് പലരും തെറ്റിദ്ധരിപ്പിച്ചല്ലോ, അതിനിപ്പോൾ ഗൗസുല്ലാഹും ഉത്തരവാദിയല്ലല്ലോ. അതുപോലെ അഹമ്മദ് തീജാനി വലിയ ഗൗസാണ്, വലിയ കുത്തുബാണ്, വലിയ മാരിഫത്ത് പറഞ്ഞ മഹാനാണ്. അവർക്ക് യാതൊരു കുഴപ്പമില്ല, അവരുടെ കിതാബാണിത്. അവർ പറഞ്ഞ കലാമ് അവരുടെ മുരീദ് അലി ബറാദ ചെയ്തതാണിത്. ഇതിൽ കുത്തുബിനെ പറ്റി പറയുന്നുണ്ട്. ഇതാ വസഅൽതുഹു റളിയല്ലാഹു അൻഹു, അഹമ്മദ് തീജാനിയോട് ഞാൻ ചോദിച്ചു, അൻ ഹഖീഖത്തുൽ കുതുബാനിയ, കുതുബാനിയത്തിൻ്റെ ഹഖീഖത്ത്, അതിൻ്റെ നിർവചനത്തെ പറ്റി ചോദിച്ചു. കുതുബാനിയത്ത് എന്നും ഖതാബത്ത് എന്നും കുതുബിയത്ത് എന്നും ഒക്കെ അതിൻ്റെ ആ സ്ഥാനത്തിനെ പറ്റി പറയൂ. ഫഅജാബ റളിയല്ലാഹു അൻഹു ബിഖൗലിഹി അന്ന ഹഖീഖത്തുൽ കുതുബാനിയ ഹിയൽ ഖിലാഫത്തുൽ ഉൽമാ അനിൽ ഹഖി, അള്ളാഹുവിനുള്ള വലിയ, അള്ളാഹുവിനെ തൊട്ടുള്ള വലിയ പ്രാതിനിധ്യം, ഖിലാഫത്ത്, ഖലീഫയാവുക. അള്ളാഹിനെ തൊട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഖലീഫത്താന്ന് പറഞ്ഞല്ലോ. റസൂലുള്ളാഹിൻ്റെ ഖലീഫയാണ്, പിന്നെ റസൂലുള്ളാഹിൻ്റെ ഖലീഫ അള്ളാഹിൻ്റെ ഖലീഫയാണല്ലോ. ഖിലാഫത്തുൽ ഉൽമാ അനിൽ ഹഖ് മുത്ലഖൻ ഫീ ജമീഇൽ വുജൂദി, പ്രപഞ്ച മൊത്തത്തിൽ, ജുംലത്തൻ വ തഫ്സീലൻ, അത് ടോട്ടലായി പറയുകയാണെങ്കിൽ അങ്ങനെയും, ഓരോ ജുസ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെയും. ഹൈസുമാ കാന റബ്ബു ഇലാഹൻ, അള്ളാഹു എവിടെയൊക്കെ ഇലാഹായിട്ടുണ്ടോ അവിടെയൊക്കെ കുത്തുബ് അള്ളാഹുവിൻ്റെ ഖലീഫയുമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് ഇസ്തിസ്ന ഉണ്ട് കേട്ടോ. അതിന് ഇസ്തിസ്ന പല കിതാബിലുണ്ട്. അതിന് ഇസ്തിസ്ന ആരാ? അതിന് ഇസ്തിസ്ന നമുക്ക് പിന്നെ പറയാം. ഇതിന് ഇസ്തിസ്ന ഉണ്ട്. അപ്പോൾ പറഞ്ഞില്ല റസൂലുള്ളാഹിനെ എന്തായാലും നമുക്ക് ഉറപ്പിക്കാമല്ലോ, റസൂലുള്ളാഹിനെ കുത്തുബല്ല നിയന്ത്രിക്കുന്നത് എന്ന് ഉറപ്പിക്കാമല്ലോ. അതൊന്നും തിരിയാത്തവരും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലല്ലോ. ചിലരൊക്കെ അങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. കുത്തുബിന് വേണ്ടിയാണ് പ്രസംഗിച്ചിട്ട് റസൂലുള്ളാഹിനെ നിയന്ത്രിക്കുന്നത് കുത്തുബാണ് എന്ന് അതുപോലെ. കാരണം റസൂലുള്ളാഹിനെ പോലും അവർ അതിന് ഒഴിവാക്കണില്ല. എത്ര ഒഴിവാക്കാനുണ്ട് കുത്തുബുൽ ആലെന്ന് പറഞ്ഞത്. അപ്പോൾ ജുംലത്തൻ വ തഫ്സീലൻ ഹൈസുമാ കാന റബ്ബു ഇലാഹൻ കാന ഹുവ ഖലീഫത്തൻ ഫീ തസ്രീഫിൽ ഹുക്മി വ തംഫീദിഹി, ഹുക്മിനെ നടപ്പാക്കുന്നതിൽ അവർ ഖലീഫയാണ്. ഫീ കുല്ലി മൻ അലൈഹി ഉലൂഹിയത്തുല്ലാഹി തആല, അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത് ആരുടെ മേലൊക്കെ ഉണ്ടോ എല്ലാവരുടെ മേലിലുണ്ട്. അള്ളാഹിൻ്റെ ഉലൂഹിയത്തില്ലാത്ത ഒരു സൃഷ്ടിയില്ല. അള്ളാഹിൻ്റെ ഉലൂഹിയത്തില്ലാത്ത ഒരു സൃഷ്ടിയില്ലല്ലോ, എല്ലാവരുടെ മേലിലുണ്ട്. അത് മനുഷ്യന്മാരായാലും ജീവനുള്ളതും ഇല്ലാത്തതും എല്ലാം അള്ളാഹിൻ്റെ ഉലൂഹിയത്തുണ്ട്. അള്ളാഹു തആലാക്ക് അവരൊക്കെ ആരാധിക്കുന്നുണ്ട്, തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. അതിലൊക്കെ കുതുബിൻ്റെ ഖിലാഫത്തും ഉണ്ട്. എന്തായാലും റസൂലുള്ളാഹിനെ ഒഴിവാക്കണം. റസൂലുള്ള അല്ലാത്തവർക്ക് പിന്നെ റസൂലുള്ളാഹിക്കാണ് വഫാത്തിന് ശേഷം പിന്നെ അവർ ആ കൈകാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല. പക്ഷെ റസൂലുള്ളാഹിക്ക് നൂറ് മുഹമ്മദി, റസൂലുള്ളാഹിനെ ഇന്ന് ഒഴിവാക്കണം. റസൂലുള്ള അല്ലാത്തവർക്കൊക്കെ പിന്നെ അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ കുത്തുബാണ് ചെയ്യുക എന്നർത്ഥത്തിൽ എല്ലായിടത്തും ഉണ്ട് എന്ന് പറയാം. എന്നല്ലാതെ അവരുടെ സ്വന്തം കാര്യം
അവരുടെ തസ്രീഫാത്തുകൾ അതിൽ കുത്തുബിന് കൈക്കടത്തലില്ല. ആ അർത്ഥത്തിൽ അവരൊക്കെ ഒഴിവാക്കും വേണം. ഫീ കുല്ലി മൻ അലൈഹി ഉലൂഹിയത്തുല്ലാഹി തആല സുമ്മ ഖിയാമുഹു ബിൽ ബർസഖിയ്യത്തിൽ ഉൽമ ബൈനൽ ഹഖ് വൽ ഖൽഖി. അള്ളാഹുവിൻ്റെയും ഖൽക്കിൻ്റെ അടിയിൽ ബർസഖിയ്യത്തുൽ ഉൽമ. ഇത് പിന്നെ ജവാഹിറുൽ മആനി 281 പേജ്. ഹക്കിൻ്റെയും ഖൽക്കിൻ്റെ അടിയിൽ അവരാണ് വാസിത്ത. ഫലാ യസ്ലു ഇലൽ ഖൽഖി എന്ന് പറഞ്ഞാൽ സൃഷ്ടികളിലേക്ക് ഒരിക്കലും എത്തൂല. ഷൈഉൻ ഒന്നും കായിനമ്മാ കാന, എന്ത് വസ്തുവാണെങ്കിലും അത് എത്തൂല. അത് ഇൽമാണെങ്കിലും മാരിഫത്താണെങ്കിലും സമ്പത്താണെങ്കിലും എന്താണെങ്കിലും എത്തൂല. ഇല്ലാ മിനൽ ഹഖി, അള്ളാഹുവിൽ നിന്ന്. ഇല്ലാ ബി ഹുക്മിൽ കുത്തുബി, കുത്തുബിൻ്റെ വിധി പ്രകാരമല്ലാതെ. നമ്മൾ നൂറ് മുഹമ്മദിനെ പറ്റി അങ്ങനെ പറയാം. ആ നൂറ് മുഹമ്മദിൻ്റെ പ്രതിനിധിയാകുമ്പോൾ അതിനും അത് ആവശ്യം വരും, ആ അവകാശം തന്നെ ഉണ്ടാകുക. നൂറ് മുഹമ്മദിൻ്റെ പ്രതിനിധിയാണ് കുത്തുബ്, ഈ ഉമ്മത്തിലെ കുത്തുബ്. പക്ഷേ നൂറ് മുഹമ്മദിയാണ് അള്ളാഹുവിൽ നിന്ന് ഡയറക്റ്റായത് സ്വീകരിച്ചിട്ട് കുത്തുബിലേക്ക് അത് കൊടുക്കുക. അത് ആ സ്ഥാനത്ത് നിന്ന ആളുകൾ തന്നെ പറഞ്ഞത് ഇബാറത്ത് നമുക്ക് വായിക്കാനുണ്ട്. ഔസാന സ്ഥാനത്ത് നിന്നോലെ തന്നെ അതിനെപ്പറ്റി പഠിച്ചിട്ട് പറഞ്ഞത് നമുക്ക് വായിക്കാനുണ്ട്. അതാണ് ഇസ്സസിനുണ്ട് എന്ന് പറഞ്ഞു. വതവല്ലിഹി വനിയാബത്തിഹി അനിൽ ഹഖ് ഫീ ദാലിക വതൗസീലിഹി കുല്ല ഖിസ്മത്തിൻ ഇല്ല ഇലാ മഹല്ലിഹ. അള്ളാഹുവിൻ്റെ ഓരോ വിഹിതങ്ങളും അത് എങ്ങോട്ടുള്ളതാണോ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നതും കുത്തുബാണ്. മൊയ്‌ദി ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ കാലത്ത് ജീവിച്ച മഹാന്മാരൊക്കെ ചരിത്രത്തിൽ എത്രയോ കാണാം. അവർ ആണ് വന്യജീവികൾ, സിംഹങ്ങളും കടുവകൾ അങ്ങനെയുള്ള കാട്ടുള്ള ജീവികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത്. ഈ വന്യജീവികൾ ഭക്ഷണം കിട്ടാതെ ഇവരെ സമീപിച്ച സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇവർ ഇന്ന കാട്ടിൽ പോയാൽ അവിടെ നിനക്ക് ഒരു കാട്ടുപോത്തുണ്ട് എന്ന് മൃഗങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത സംഭവം എത്രയോ ഉണ്ട്. അതിൻ്റെ സനദ് ഇവിടെ ഉണ്ട്. ഇതാ ബഹജത്തുൽ അസ്റാറാണ്, എടുക്കണ്ട ആ കട്ടിയുള്ള കിതാബ്. അതിലതിൻ്റെ സനദ് പ്രകാരം അതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുത്തുബ് എന്ന സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അതാണ്. എന്ത് കിസ്മത്ത് കിട്ടണമെങ്കിലും, അള്ളാഹിൻ്റെ കിസ്മത്ത് കിട്ടണമെങ്കിലും അത് കുത്തുബിലൂടെ ഗൗസിലൂടെ കിട്ടുള്ളൂ. ഗൗസിന് അള്ളാഹുവിൻ്റെ ചിലതൊക്കെ പച്ചയിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. സുമ്മ ഖിയാമുഹു ഫിൽ വുജൂദി ബിറൂഹാനിയതിഹി ഫീ കുല്ലി ദർറത്തിൻ മിൻ ദർറാത്തിൽ വുജൂദി ജുംലതൻ വതഫ്സീലൻ. ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ അണുവിലും കുത്തുബിൻ്റെ റൂഹാനിയത്ത് കൊണ്ടുള്ള ഇടപെടലുണ്ട്. ഫതറൽ കൗന കുല്ലഹു അഷ്ബാഹൻ ലാ ഹർക്കത ഫിയാ. കുത്തുബിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചം മൊത്തം ഒരു തടിയാണ്. ലാ ഹറക്കത ബിഹാ ലഹ, ചലനമില്ലാത്ത ചലനമറ്റ ഒരു തടിയെ പോലെയാണ് കുത്തുബ് കാണുക. അതിൻ്റെ റൂഹ് ആരാണ്? കുത്തുബാണ്. ആ ഒരവസ്ഥയിലുണ്ടാകുക. വൈന്നമാ ഹുവ റൂഹുൽ ഖായിമു ഫീഹാ ജുംലതൻ വതഫ്സീല. ആലിമ്യങ്ങളായതുകൊണ്ട് ഞാൻ ഓരോന്നിൻ്റെ അർത്ഥം വെക്കുന്നില്ല. വഖിയാമുഹു ഫിയാ ഫി അർവാഹിയ വ അഷ്ബാഹിയ. അർവാഹിലും തടിയിലും റൂഹുകളിലും കൈകാര്യം ചെയ്യാൻ കുത്തുബിന് കഴിയും. സുമ്മ തസറുഫു ഫി മറാത്തിബിൽ ഔലിയായി. അതുപോലെ ആ കാലഘട്ടത്തിലുള്ള എല്ലാ 1,24,000 ഔലിയാക്കൾ, അതിൻ്റെ അപ്പുറത്തുള്ള ഔലിയാക്കന്മാർ, അവരുടെയൊക്കെ മർത്തബയിൽ കൈകാര്യം ചെയ്യുന്ന ആളും കുത്തുബാണ്. അവരുടെയൊക്കെ മർത്തബ, ആ മർത്തബൊക്കെ കുത്തുബിന് കിട്ടിക്കൊള്ളണം. കുത്തുബിൻ്റെ മേലുള്ള മർത്തബ കുത്തുബിന് കിട്ടിക്കൊള്ളുന്നില്ല. കുത്തുബിൻ്റെ ചോടുള്ള മർത്തബൊക്കെ കുത്തുബിന് കിട്ടിക്കൊള്ളണം. കുത്തുബാണ് അതൊക്കെ കൈകാര്യം ചെയ്യുക. ഫയദൂഖു, കുത്തുബിൻ്റെ മേലുള്ള സ്ഥാനങ്ങളും ഉണ്ട്. കുത്തുബിൻ്റെ നിയന്ത്രണത്തെ പെടാത്ത ആളുകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പറയാം. ഫയദൂഖു മുഖ്തലിഫാത്ത് അദ്വാഖിഹിം, പല ഔലിയാക്കന്മാരുടെയും പല അഭിരുചികൾ മാരിഫത്തിൻ്റെ അതൊക്കെ ഒരുപോലെ രുചിച്ചറിഞ്ഞ ആളാണ് കുത്തുബ്. ഫലാ തകൂനു മർത്തബത്തും ഫിൽ വുജൂദിൽ ആരിഫീന വൽ ഔലിയായി ഖാരിജത്തുൻ അൻ ദൗഖിഹി. കുത്തുബിന് അനുഭവിക്കാൻ കഴിയാത്ത ഒരു സ്ഥാനമാനവും ഒരു വിലായത്തിൻ്റെ ഒരു സ്ഥാനവും ഒരു മാരിഫത്തും ഷുഹൂദും തജല്ലിയും മറ്റ് ഒരു വലിയനും ഉണ്ടാകില്ല. കുത്തുബിൻ്റെ ചോടുള്ള ഒരു വലിയനും ഉണ്ടാകില്ല. ഫഹുവൽ മുത്തസരിഫു ഫി ജമീഇഹ. കാരണം അല്ലാഹു തആല കുത്തുബിന് ഏത് വ്യക്തിനെയും വലിയനെയും സ്ഥാനം ക്യാൻസൽ ചെയ്യാനുള്ള കഴിവും അതുപോലെ ഏത് നാടനും പിടിച്ച് തൗലിയത്ത് ചെയ്യാൻ വലിയ ആക്കാനുള്ള കഴിവും അല്ലാഹു തആല കുത്തുബിന് കൊടുക്കുന്നുണ്ട്. അതാ മൊയ്‌ദി ശൈഖ് റളിയല്ലാഹു അൻഹു അബുദാലിൽപ്പെട്ട ഒരാൾ മരിച്ചപ്പോൾ ബഹജത്തുൽ അസ്റാറിൽ സനദ് പറയുന്നുണ്ട്. അബുദാലിൽപ്പെട്ട ഒരാൾ മരിച്ചപ്പോൾ
അതുവരെ നസ്രാനിയായി ജീവിച്ച ഒരാളെ അടുത്ത് ചെന്ന് അയാളെ പിടിച്ചുടന്ന് അയാളെ മുടിയൊക്കെ കളഞ്ഞ് ആകെ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്ത് അയാൾ ആ മരിച്ച അബുദാലിങ്ങളെ കൂട്ടത്തിലുണ്ട് ആക്കി. ഈ അപ്പം മരിച്ച ബദലുണ്ടല്ലോ, ആ ബദലിൻ്റെ സ്ഥാനത്ത് നീ നിൽക്കുമെന്ന് പറഞ്ഞു. അതോടുകൂടെ അബുദാലിനുള്ള എല്ലാ പ്രത്യേകതയും ആ വലിയനിക്ക് ഉണ്ടാകാം. അപ്പോൾ അബുദാൽ എന്ന് പറഞ്ഞാൽ എന്താ? അബുദാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അബുദാൽ തന്നെ പല ഒന്നിലധികം ശരീരങ്ങൾ പ്രകടാക്കാൻ കഴിയുന്ന വലിയ, അതാണ് അബുദാൽ. നമുക്ക് ലാസ്റ്റ് സമയമുണ്ടെങ്കിൽ പിന്നെ പറയാം. അബുദാലിനെ അങ്ങനെ മാനല്ല എന്ന് ചിലവർ പറഞ്ഞു. എവിടെ നോക്കിയത് നിങ്ങൾ? അബുദാലിന് അങ്ങനെ മാനല്ല. എത്ര കിതാബിലാണ്? ഈ കിതാബിൽ അധിക കിതാബിലും അബുദാലിൻ്റെ ആ മാന പറഞ്ഞിട്ടുണ്ട്. ഒന്നിലധികം ശരീരമുണ്ട് അബുദാലിന്. അവരൊരു ശരീരം ഒരു കാര്യം പ്രവർത്തിക്കും, മറ്റൊരു ശരീരം വേറൊന്ന് പ്രവർത്തിക്കും. അബുദാൽ എന്ന സ്ഥാനത്തേക്ക് എത്തുമ്പോൾ തുടങ്ങും ഒന്നിലധികം ശരീരം ഉണ്ടാകുന്ന അവസ്ഥത്തിൽ, അല്ലേ? എന്നിട്ട് അബുദാൽ എന്ന സാധനം ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? കിതാബിലൊക്കെ ഉണ്ട്. ഇമാം സുയൂത്ത്, ഏറ്റവും ചുരുങ്ങിയത് ഇമാം സുയൂത്തിൻ്റെ കിതാബില്ലേ അൽ ഖബറുദ്ദാൽ ഫി വുജൂദിൽ അഖ്താബി വൽ ഔതാദി വൻ നുജബായി വൻ നുഖബാബി വൽ അബ്ദാൽ, ആ കിതാബിൻ്റെ അവസാന ഭാഗത്ത് സുയൂത്തി അബ്ദാലിൻ്റെ താരീഫ് പറഞ്ഞിട്ടുണ്ട്. അബ്ദാൽ എന്ന് പറഞ്ഞാൽ ഒരാൾ അയാൾക്ക് അവിടെ നിന്ന് പോകണമെന്ന് വിചാരിച്ചാൽ അയാൾ പോണത് ആരും അറിയില്ല. അവിടെ ഒരാൾ അതേമാത്രം ഒരാളുണ്ടാവും, അയാൾ പോയിട്ടുണ്ടാവും. അങ്ങനെ ഒന്നിലധികം ശരീരം പ്രകടാക്കാൻ കഴിയുന്ന ആളാണ് അബ്ദാൽ. അങ്ങനെ സുയൂത്തിമാൻ പറയേണ്ട ഒരു സംഭവം ആ കിതാബിൽ, രണ്ടാളുകൾ ഒരു വലിയ രണ്ട് സ്ഥലത്ത്, അബ്ദാലിൽപ്പെട്ട ഒരാളെ രണ്ട് സ്ഥലത്ത് വെച്ച് കണ്ട് അയാൾ കൂടെ അങ്ങനെ നടന്നിരുന്നു. അങ്ങനെ ഇവർ രണ്ടാളും പിന്നെ ഒരുമിച്ച് കൂടി. അപ്പോൾ ഫുലാനുൽ വലിയ ഇന്നലെ എൻ്റെ അടുത്തുണ്ടായിരുന്നു, മറ്റാൾ ഇന്നെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഭയങ്കര കച്ചറായി. അവസാനം അയാൾ പറഞ്ഞു, ഇന്നലെ എൻ്റെ അടുത്തുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ എൻ്റെ ഭാര്യനെ ഞാൻ തൊലാക്കില്ലേ, എൻ്റെ ഭാര്യൻ്റെ തൊലാക്ക് പോയി. അയാൾ ഇന്നലെ എൻ്റെ അടുത്തില്ലെങ്കിൽ. മറ്റാളും പറഞ്ഞു, ഇന്നലെ എൻ്റെ അടുത്തുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് ഇന്നലെ ഇല്ലെങ്കിൽ എൻ്റെ ഭാര്യൻ്റെ തൊലാക്ക് പോയി. അവസാനം രണ്ടാളും പാടാ പിന്നെ മൂപ്പരെ കണ്ടുട്ടി. പിന്നെ കച്ചറ മൂപ്പരുടെ അടുത്തേക്ക് എത്തി. ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ പറഞ്ഞു, രണ്ടാളെ ഭാര്യൻ്റെ തൊലാക്ക് പോയിട്ടില്ല, നിങ്ങളെടുത്തും ഞാൻ ഉണ്ടായിരുന്നു, നിങ്ങളെടുത്തും ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാളും ഒരു പണി ചെയ്തോളുന്ന പല പണിയായിരിക്കും ചെയ്യുക. അത് അബ്ദാൽ എന്ന സ്ഥാനത്ത് ചോദിക്കുന്നത്. അതിൻ്റെ മേലെയാണ് ഔത്താദ് എന്ന സ്ഥാനം, അതിൻ്റെ മേലെയാണ് കുത്തുബ് എന്ന സ്ഥാനം. പിന്നെ കുത്തുബിൻ്റെ ശരീരത്തിനെ പറ്റി ചോദിച്ചിട്ട് കാര്യമുണ്ടോ? കുത്തുബിന് എത്ര ശരീരം ഉണ്ടാവും നിങ്ങൾക്കറിയോ? കുത്തുബിന് എത്ര ശരീരം ഉണ്ടാവും? കുത്തുബിന് കുറേ ശരീരം ഉണ്ടാവും. കുത്തുബിന് 360 ശരീരം ഉണ്ടാവും. കുത്തുബിന് സാധാരണ കുത്തുബിന് ഗൗസ് എന്ന സ്ഥാനത്തേക്ക് എത്തിയ 360 ശരീരം. അപ്പം ഞാൻ ഈ ജവാഹിറുൽ മഅനിയുടെ ഇബാറത്ത് വായിച്ചത് കുറേ ഉണ്ടത്. എൻ്റെ പേജ് നമ്പർ ഞാൻ പറഞ്ഞെന്നല്ലോ, 280 വോളിയം 2 പേജ് 80-81. അതിൽ ചെറിയൊരു വാക്കും കൂടെ ഞാൻ വായിച്ചിട്ട് ഇത് മടക്കിയൊക്കെയാണ്. ഇത് കുറേ വായിക്കാണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ ആ സൂചിപ്പിച്ച വിഷയം ഇവിടെ തന്നെ പറയുന്നുണ്ട്. വമഅനൽ ബർസഖിയ്യത്തിൽ ഉൽമ, കുത്തുബ് ഏറ്റവും വലിയ ബർസഖാണ്, ബൈനൽ ഹഖി വൽ ഖൽഖി എന്നാ പറഞ്ഞ്. അതിൻ്റെ മാന മൂപ്പർ തന്നെ പറയുന്നുണ്ട്. ഖിയാമുഹു ബൈനൽ ഹഖി വൽ ഖൽഖി, ഖൽഖിൻ്റെ ഹക്കിൻ്റെ ഇടയിൽ മധ്യസ്ഥനായി നിൽക്കും. ബിൻ നിയാബത്തി അനിൽ ഹഖീഖത്തിൽ മുഹമ്മദിയ, ഇപ്പം പൂർത്തിയായി. ഹഖീഖത്ത് മുഹമ്മദിയത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഹക്കിൻ്റെയും ഖൽഖിൻ്റെ ഇടയിൽ കുത്തുബ് നിൽക്കുന്നത്. അപ്പോൾ ശരിക്കുള്ള കുത്തുബ് ഹഖീഖത്ത് മുഹമ്മദിയത്ത് തന്നെയാണ്. നൂറ് മുഹക്ക് മുത്തനബിൻ്റെ പ്രതിനിധിയാണ്. വഖ്തിസാസുഹു അയ്ളൻ ബിത്തഹഖുഖ് ബി അംരില്ലാഹി ഫീ കുല്ലി മർതബത്തിൻ മിൻ മറാത്തിബിൽ വജൂദി വയഅതുഇ ലികുല്ലി മർതബത്തിൻ മിനൽ മറാത്തിബി ഹഖിയ്യതൻ ഔ ഖൽഖിയ്യതൻ ഹഖ്ഖഹാ ബിമാ തസ്തഹിഖുഹു മിനൽ ആദാബ്. ഒക്കെ ഉണ്ട്, അതൊന്നും പറയാൻ നേരമല്ല. അതിനൊക്കെ മാനുണ്ട്, അത് പറയാൻ നേരമല്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാനത് അവിടെ നിർത്തുകയാണ്. നമുക്ക് അത്യാവശ്യത്തിൻ്റെ കുത്തുബ് വലിയ സംഭവമാണ്, നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി, ഭാരത്ത് വന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഉപകാരമുള്ള വേറെ ചില ഇബാറത്തും കൂടെ ചെറിയ ഭാഗം വായിച്ചിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോവാം. യവാഖീത്ത് വൽ ജവാഹിറിൽ കുത്തുബിനെ പറ്റി പറഞ്ഞത് ഇമാം ഷഅറാനി
300 ഈ നുസ്ഖയിൽ എന്ന് പറയാം, നുസ്ഖയുണ്ട് ഇതിന്. ഈ നുസ്ഖയിൽ 339 പേജ്. മുറാദുഹും ബിൽ ഖുതുബി ഫി ഉർഫിഹിം. ഖുതുബ് എന്ന് പറയുന്നതുകൊണ്ടുള്ള മുറാദ് കുല്ലു മൻ ജമഅൽ അഹ്വാല വൽ മഖാമാത്ത്. ഔലിയാക്കന്മാർ എല്ലാ അഹ്വാലുകളും മഖാമാത്തുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയ ആളാണ് ഖുതുബ്. അങ്ങനെ ഒരു നിർവചനമാണ് ഇതിൽ. അപ്പോൾ ഖുതുബ് എല്ലാ അഹ്വാലും മഖാമാത്തും ഉള്ള ആളാണ്. ഇതിനെ വെച്ച് ആവൂല ഒരിക്കലും ഖുതുബ്. മാരിഫത്തൊന്നും ഇല്ലാത്ത അന്തൊന്നുമില്ലാത്ത ഒരാൾ ഖുതുബാവൂല. ഏത് ആലിമിൻ്റെ മേലെ നിൽക്കുന്ന ആളായിരിക്കും ഖുതുബ്. അതിലങ്ങനെ പറഞ്ഞ്. പിന്നെ ഇമാം ഇബ്നു അജീബ അവരുടെ കാലഘട്ടത്തിൻ്റെ ഖുതുബായിരുന്നു. ഇബ്നു അജീബ അവരുടെ അൽ ജവാഹിറുൽ അജീബ എന്ന് പറഞ്ഞ കിതാബിൽ 266 പേജ്. അതിൽ ഖുതുബിനെ പറ്റി പറഞ്ഞത് മൗലിഉ നളറില്ലാഹി മിനൽ അവാലിം, പ്രപഞ്ചത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ നോട്ടത്തിൻ്റെ സ്ഥലം. വ മൻസിലത്തുഹു മിനൽ ഖൽഖി ബി മൻസിലത്തി ഇൻസാനിൽ ഉയൂൻ ഐനി മിനൽ ഐനി. അങ്ങനെ ഇതിലുള്ള ഇബാറത്ത് ഇൻസാനു ഐനിൽ വുജൂദ് ചെലോടത്തുണ്ട്. വലാ യഅരിഫു ദാലിക ഇല്ലാ മൻ ലഹു ഖിസ്തും വ നസീബും വ ദൗഖും മിൻ സിർരിൽ ബഖാഇ ബില്ലാഹ്. അമ്മ തസ്മിയത്തുഹു ബിൽ ഗൗസി. ഗൗസും ഖുതുബും എന്താ വ്യത്യാസം? അൽ ഖുതുബും അൽ ഗൗസും വ്യത്യാസം എന്താ? രണ്ടും ഒരേ അർത്ഥത്തിന് തന്നെയാണ് പറയുന്നത്, പക്ഷേ ആപേക്ഷികമായൊരു വ്യത്യാസമുണ്ട്. ഗൗസ് എന്ന് പറയുന്നത് അൽ ഖുതുബ് സഹായമർത്ഥിക്കപ്പെടാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ ഖുതുബിനോട് സഹായം തേടപ്പെടുന്നു. മറ്റുള്ളവരൊക്കെ കീഴിലുള്ളവരൊക്കെ ആ ഖുതുബിനോട് ഇസ്തിഗാസ ചെയ്യപ്പെടുന്നു എന്നുള്ളവർക്ക് ഖുതുബിനെ പറ്റി ഗൗസ് എന്ന് പറയും. ഈ ലോകത്തിപ്പോൾ മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവരാരാ? അള്ളാഹ്ക്കും റസൂലിനും ഇഷ്ടപ്പെട്ട ഔദ്യോഗിക പാർട്ടി ആരാ? മുഅ്മിനീങ്ങൾ. അവർ ഈ 1,24,000 എന്ന് പറഞ്ഞ അമ്പിയാക്കന്മാരെ അതതുള്ള ഈ ഔലിയാക്കന്മാരാണ് അഹ്ലുൽ ഹല്ലി വൽ അഖദി. അള്ളാഹും റസൂലും ഏറ്റവും ഇഷ്ടപ്പെടുന്ന വിഭാഗം. മുത്തുനബി ഇടയ്ക്കിടയ്ക്ക് അവരെ കണ്ടുമുട്ടി സംസാരിക്കുന്ന വിഭാഗം, ഉണർവിൽ. ആ വിഭാഗം എപ്പോഴും ഗൗസിനെ കൊണ്ട് ഇസ്തിഗാസ നടത്തുന്ന കൂട്ടരാണ്. ഇസ്തിഗാസ ഒരിക്കലും ശിർക്കല്ല, നമുക്ക് ഇത് മനസ്സിലാക്കാം. അതാ മൊയ്തീമാരിയിൽ പറഞ്ഞു, വല്ല നീലെത്തുന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. എന്നെ വിളിച്ചോളി, ഞാൻ ഉത്തരം ചെയ്യാന്ന് പറഞ്ഞ ഈ ഭാരത് ഇതിലുണ്ട്, മൗലിദിലുണ്ട്. ജീലാനി തങ്ങൾ പറഞ്ഞ വാക്ക് ആ മൗലിദിലുണ്ട്. അപ്പോൾ സുലൂക്കിൽ, ത്വരീഖത്തിൽ, യഥാർത്ഥ ത്വരീഖത്തിൽ ഇസ്തിഗാസ എന്ന് പറയുന്ന സംഗതി വാജിബ, നിർബന്ധം. എന്നാലേ സുലൂക്ക് നടക്കൂ. ഇസ്തിഗാസ ഇല്ലാതെ സുലൂക്ക് നടക്കൂല, ത്വരീഖത്ത് നടക്കൂല. യഥാർത്ഥ ത്വരീഖത്ത്, നമ്മൾ ത്വരീഖത്ത് കുറേ ദിക്കറൊക്കെ ചൊല്ലി തബറുക്കിൻ്റെ ത്വരീഖത്ത് അപ്പോൾ നടത്തുന്ന ത്വരീഖത്ത്. അധികം ആളുകളിൽ ത്വരീഖത്ത് 99% ത്വരീഖത്ത് പറഞ്ഞാൽ എന്താ? അതൊരു ദിക്കർ ഇങ്ങനെ പതിവായി ചൊല്ലുക, അങ്ങനെയാണ്. അയാൾക്ക് അമ്രാദുൽ ഖുലൂബൊന്നും ഇല്ലെങ്കിൽ ആ ദിക്കറിൻ്റെ ഇഫക്റ്റും കൂടെ കൽബക്ക് കിട്ടും, നൂറും കൂടെ കൽബക്ക് കിട്ടും. മാരിഫത്തായിട്ടൊന്നും വരില്ല. മാരിഫത്തായിട്ടൊക്കെ വരണമെങ്കിൽ ആ പിന്നെ ത്വരീഖത്ത് തന്ന ഷെയ്ഖ് ആരാവണം? ഷെയ്ഖ് വലിയ ആരിഫ് ആവണം. ഷെയ്ഖിന് ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ല ഫാഖിദ് ഷൈല യുഅ്തി, അവനെൻ്റെയൊക്കെ ഇല്ലാത്ത കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എന്താ പറഞ്ഞത്? സുലൂക്കിൽ, ത്വരീഖത്തിൽ ഇസ്തിഗാസ നിർബന്ധമാണ്. ഷെയ്ഖിനെ കൊണ്ടും റസൂലുള്ളാഹിനെ കൊണ്ടും ഗൗസിനെ കൊണ്ടുമൊക്കെ. അതാണ് ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി പറഞ്ഞത്, പിന്നെ അൽ ഇസ്തിഗാസത്തു വാജിബത്തുൻ എന്ന് പറഞ്ഞത്. അത് ത്വരീഖത്തിലും സുലൂക്കിലും വാജിബത്താണ്. എല്ലാ മുഅ്മിനീങ്ങൾക്കും വാജിബത്ത്, അല്ലെങ്കിൽ കുറ്റം കിട്ടുന്ന അർത്ഥത്തിനല്ല. അപ്പോൾ ഗൗസ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ കൊണ്ട് ഇസ്തിഗാസ ചെയ്യപ്പെടുന്നു എന്നുള്ള നിലക്കാണ് ഗൗസ് എന്ന് പേര് വെക്കുന്നത്. സാധാരണ അൽ ഖുതുബും അൽ ഗൗസും ഒന്ന് തന്നെ. ഇനി ഇബ്നു അജീബ തങ്ങളുടെ ഒരു കിതാബാണ് മിഅ്റാജു തശവ്വുഫ്. ഇത് ചെറിയൊരു കിതാബ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മിഅ്റാജു തശവ്വുഫ്, മിഅ്റാജു തശവ്വുഫ് ഇലാ ഹഖായിഖി തസവ്വുഫ്. ഇത് നമ്മളെ കയ്യിലൊക്കെ വേണ്ട ഒരു കിതാബാണ്. ഇതെന്താണ്? ഇത് സൂഫിയാക്കളുടെ ഇസ്തുലാഹ്
ചെറിയ കുറഞ്ഞ കലിമാത്തതിയിലുള്ളൂ. ഈ ഒരു ഖദറെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെക്കണം സൂഫിയാക്കളുടെ ഇസ്തുലാഹ്. ഇതിൽ കുതുബിനെ പറ്റി ഗൗസിനെ പറ്റിയും പറയുന്നുണ്ട്. ഇതിൽ പറഞ്ഞത് അൽ ഗൗസു ഹുവല്ലദി യസ്ലു മിന്നുൽ മദദുർ റൂഹാനിയു ഇലാ ദവാഇരിൽ ഔലിയായി. ഔലിയായിൻ്റെ എല്ലാ ഫീൽഡിലേക്കും ആത്മീയ സഹായം എത്തുന്നത് അദ്ദേഹം വഴിയാണ്. മിൻ നജീബിൻ വ നഖീബിൻ വ ഔതാദിൻ വ അബ്ദാലിൻ വലഹുൽ ഇമാമത്തു, അദ്ദേഹത്തിനാണ് ഇമാമത്തുള്ളത്, ഇമാം. വൽ ഇർസു വൽ ഖിലാഫത്തുൽ ബാത്തിനത്തു, ഇർസുൽ മുഹമ്മദി വഹുവ റൂഹുൽ കൗനി, പ്രപഞ്ചത്തിൻ്റെ ആത്മാവാണ് ഗൗസ്. പ്രപഞ്ചത്തിൻ്റെ എല്ലാ ദർറത്തിലും ഗൗസിന് തസറുഫുണ്ട്. അലൈഹി മദാറുഹു കമാ യുഷീറു ഇലാ ദാലിക കൗനുഹു ബി മൻസിലത്തി ഇൻസാനിൽ ഐനി മിനൽ ഐനി വഅമ്മാ തസ്മിയതുഹു ബിൽ ഗൗസി ഫമിൻ ഹൈസു ഇഗാസതുഹു അൽ അവാലിമ ബിമാദത്തിഹി വ റുത്ബത്തിഹിൽ ഖാസ. അങ്ങനെയാണ് മിറാജു തശവ്വുഫിൽ. ഓരോ താരീഫിലും ഓരോ പ്രത്യേകതകളുണ്ട്. ഇനി ഇമാം കാഷാനിയുടെ ഇസ്തുലാഹത്തു സൂഫിയ ഇതിൽ പറഞ്ഞു 145 പേജ്. ഇതിൽ പറഞ്ഞു കുതുബിനെ പറ്റി അൽ കുതുബു ഹുവൽ വാഹിദുല്ലദി ഹുവ മൗദിഉ നദറില്ലാഹി തആല മിനൽ ആലമി ഫീ കുല്ലി സമാനിൻ വഹുവ അലാ ഖൽബി ഇസ്രാഫീൽ അലൈഹിസ്സലാം. കുതുബ് ഇസ്രാഫീൽ അലൈഹിസ്സലാമിൻ്റെ കൽബിൻ്റെ മേലിലാണ്. ഇങ്ങനെയാണ് അധിക കിതാബിലും കാണുക. കുതുബ് ഇസ്രാഫീൽ അലൈഹിസ്സലാമിൻ്റെ കൽബിൻ്റെ മേലിലാണ്. എന്താ എൻ്റെ ഉദ്ദേശം? ചില കിതാബിൽ അല കൽബി മുഹമ്മദിൻ എന്നും കാണാം. കശാഫ് ഇസ്തുലാഹത്തുൽ ഫുനൂനി എന്ന് പറഞ്ഞ് മുഹമ്മദ് അലി അത്താനവി, അഷറഫ് അലി താനവി അല്ല കേട്ടോ, മുഹമ്മദ് അലി താനവി. അഷറഫ് അലി താനവി നമുക്ക് താങ്ങാൻ പറ്റാത്ത ആളാണ്. ഇത് മുഹമ്മദ് അലി താനവി. അദ്ദേഹത്തിൻ്റെ കശാഫ് ഇസ്തുലാഹത്തുൽ ഫുനൂൻ എന്ന് പറഞ്ഞ ആ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് കുതുബ് അല കൽബി മുഹമ്മദിൻ എന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ ചില പിന്നെ 1-2 കിതാബിലാണ് അങ്ങനെയുള്ളത് അല്ല കൽബി മുഹമ്മദിൻ. അത് ചില കുത്തുബ് അങ്ങനെ വളരെ നാദിറായ കുത്തുബ് അങ്ങനെ ആവും. ഖാത്തിമുൽ ഔലിയ എന്നൊക്കെ പറഞ്ഞൊരു കുത്തുബുണ്ട്. ആ കുത്തുബ് അല കൽബി മുഹമ്മദിൻ ആവും. ഒറ്റപ്പെട്ട കുത്തുബ് എന്നേ അതിന് അർത്ഥമുള്ളൂ. മാത്രമല്ല ഇമാം യാഫിഈ റൗദുർ റയാഹി എന്ന് പറഞ്ഞ കിതാബിൻ്റെ തുടക്കത്തിൽ ഔലിയാക്കന്മാരും അസ്നാഫുകളൊക്കെ പറഞ്ഞെടുത്ത് കുത്തുബിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു ഹദീസ് തന്നെ ഉദ്ധരിച്ചു. വാഹിദുൻ അലാ കൽബി ഇസ്രാഫീൽ അലൈഹിസ്സലാം. അവിടെ ആ ഹദീസ് കഴിഞ്ഞിട്ട് യാഫി ഇമാം അതിന് പേജ് നമ്പർ 13 തുടക്കത്തിൽ തന്നെ റാഫി ഇമാം പറയുന്നുണ്ട് എന്താണ് അലാ കൽബി മുഹമ്മദ് എന്നിപ്പോൾ പറയാത്തത്? കുറേ ഔലിയാക്കന്മാരെ പറഞ്ഞു, അവരൊക്കെ വേറെ ഓരോ അംബിയാ മുർസലീങ്ങളെയും മലക്കാളിയും കൽബിൻ്റെ മേലില്ലാന്നാണ് പറഞ്ഞത്. മുഹമ്മദ് നബിൻ്റെ കൽബ് എന്ന് പറയാതെക്കാൻ കാരണം മുഹമ്മദ് നബിൻ്റെ കൽബ് ആർക്കും താങ്ങാൻ കഴിയൂല. ആ കൽബക്ക് കിട്ടുന്ന മാരിഫത്തും ഷുഹൂദും തജി കൽബിൻ്റെ മേലാകാനിൻ്റെ ഉദ്ദേശം എന്താ? ആ ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിൻ്റെ കൽബിൻ്റെ മേലാകുക എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥമുണ്ട്. അതിൻ്റെ ഒരർത്ഥം ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിന് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നത് തജല്ലിയാത്തും ഷുഹൂദും മാരിഫത്തും അത് ആ വലിയനിക്ക് കിട്ടും. ഇസ്രാഫീലിനെ വൃത്തിയാക്കാൻ കാരണം ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിൻ്റെ പണി ഇഹ്യാവും ബായസുമാണല്ലോ, ഇമാദത്തും. നഫ്ഖിൽ എല്ലാവരും മരിപ്പിച്ചാളും, ഒറ്റ നഫ് കൊണ്ട് എല്ലാവരും ജീവിപ്പിച്ചാളും. ഇതാണ് ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിൻ്റെ കഴിവ്. ഈ കഴിവ് കുത്തുബിനുണ്ടാവുന്നു. ഒറ്റ നഫ് കൊണ്ട് എല്ലാവരുമാണ് മരിപ്പിക്കാൻ. ഇഫ്നാ ചെയ്യാനും കഴിയും കുത്തുബിന്, ഇഹ്യാ ചെയ്യാനും കുത്തുബിന് കഴിയും. ഇങ്ങനെയുള്ള കഴിവ് അല്ലാഹു തആല കുത്തുബിന് കൊടുക്കുന്നുണ്ട്. അതാ ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിൻ്റെ കൽബിൻ്റെ മേലാന്ന് പറഞ്ഞാൽ ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിൻ്റെ കഴിവുകൾ, മവാഹിബുകൾ, തജല്ലിയാത്ത്, ഷുഹൂദ്, മഹാരിഫ് അതൊക്കെ കുത്തുബിനുണ്ടാവും. അധികം ആളുകളും അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. കാഷാനിയും അങ്ങനെയാണ് പറഞ്ഞത്. അൽ കുത്തുബിയ്യത്തുൽ കുബ്ര ഹിയ മർത്തബത്തു കുത്തുബിൽ അഖ്ത്വാബ്. കുത്തുബുൽ അഖ്ത്വാബ് എന്ന് പറഞ്ഞ മർത്തബക്കാണ് കുത്തുബിയത്തുൽ കുബ്ര എന്ന് പറയാം. കുത്തുബുൽ അഖ്ത്വാബ് പറഞ്ഞ മർത്തബ എന്താ നമ്മൾ അടുത്ത് പറയും ഇൻഷാ അല്ലാഹ്. ബാത്തുനും ഇപ്പം പറഞ്ഞ നമ്മൾ ഗൗസ് പറഞ്ഞ മർത്തബക്ക് തന്നെയാണ് ഒരർത്ഥത്തിൽ കുത്തുബുൽ അഖ്ത്വാബ് എന്ന് പറയാം. ബാത്തുനു മുഹമ്മദിൻ നുബുവത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിൻ്റെ മുഹമ്മദിൻ നുബുവത്തിൻ്റെ ബാത്തുനാണ് ഈ കുത്തുബിയത്തുൽ കുബ്ര എന്ന് പറയുന്നത്. മുത്തനബിൻ്റെ നുബുവത്ത് ആദ്യ നബിൻ്റെ നുബുവത്ത് പോലെയല്ല. മുത്തനബിൻ്റെ നുബുവത്തൊക്കെ പറഞ്ഞ വ്യത്യാസമുണ്ട്. അസുലു നുബുവത്തിൽ ഓരോക്കെ ഇഷ്തിറാക്ക് ഉണ്ടെങ്കിലും മുത്തനബിൻ്റെ നുബുവത്തിൻ്റെ
നുബുവത്ത് അള്ളാഹുവിനോടുള്ള ഖുർബിലും മാരിഫത്തിലും തജല്ലിയാത്തിലും ഭയങ്കര വ്യത്യാസമുണ്ട്. ആ നുബുവത്തിൻ്റെ ബാത്തിനാണ് കുത്തുബിന് ലഭിക്കുന്ന സ്ഥാനം. അദ്ദേഹം പറഞ്ഞത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിൽ ആദ്യത്തെ കുത്തുബാവുമ്പോൾ മുത്തുനബി ഇരുന്ന അതേ ചെയറിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് മുത്തുനബിക്ക് കീഴ്പ്പെട്ടോലൊക്കെ സിദ്ദീഖുൽ അക്ബർ എന്ന് പറഞ്ഞാൽ കുത്തുബിനും കീഴ്പ്പെടും. ജിബ്രീൽ അലൈഹി ഇസ്ലാം മുത്തനബിൻ്റെ ഖാദിമാണെങ്കിൽ അതേ ജിബ്രീൽ അലൈഹി ഇസ്ലാം കുത്തുബിൻ്റെ ഖാദിമായിരിക്കും. മുത്തനബി ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് സിദ്റത്തുൽ മുൻതഹൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ചാണ് മുന്നോട്ട് പോകാൻ കഴിയില്ല. പോയാൽ കരിയുമെന്ന് ജിബ്രീൽ ഇസ്ലാം പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ. ഒരു ചാണ് ഞാനിഞ്ഞ് പോയാൽ ഞാൻ കരിഞ്ഞു പോകും. അതുപോലെ തന്നെ കുത്തുബിന് എന്ന റസൂൽ അങ്ങോട്ട് പോയി, കുത്തുബിന് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിയും. കുത്തുബീങ്ങളൊക്കെ പോകും അതിൻ്റെ അപ്പുറത്തേക്ക്. സിദ്റത്തുൽ മുൻതഹൻ്റെ അപ്പുറത്തേക്കും കുത്തുബ് പോകും. അപ്പം മലക്കിൻ്റെ കഴിവിനേക്കാൾ കഴിവ് കുത്തുബിനിക്കും ഉണ്ട്. ഔലിയാക്കന്മാരൊക്കെ പറഞ്ഞതാണ്, ആരിഫ്യങ്ങളൊക്കെ പറഞ്ഞതാണ്. നമുക്ക് പറയാം, വായിക്കാം. വലാ യകൂനു ഇല്ലാ ലി വറസത്തിഹി, മുത്തനബിൻ്റെ വറസത്തിന് മാത്രമേ കുത്തുബിയത്തുൽ കുബ്ര എന്ന സ്ഥാനം കിട്ടുള്ളൂ. അത് കഴിഞ്ഞു പോയ ഉമ്മത്തിനൊന്നും കിട്ടൂല, നമുക്കേ കിട്ടൂ. ലിഖ്തിസാസിഹി അലൈഹി സ്വലാം ബിൽ അക്മലിയ്യ, മുത്തനബിക്ക് അക്മലിയ്യ എന്ന സ്ഥാനമുള്ളത്. ഫലാ യകൂനു ഖാത്തിമുൽ വിലായ വ കുതുബുൽ അഖ്താബ് ഇല്ലാ അലാ ബാത്തിനി ഖാത്തിമുൻ നുബുവ, ഖാത്തിമുൻ നുബുവത്തായിട്ട് വന്ന നബിൻ്റെ ബാത്തിനിൽ ഉള്ള ആളുകൾ, അതായത് ഈ ഉമ്മത്ത്, അവർക്ക് മാത്രമേ കുതുബുൽ അഖ്താബ് എന്ന സ്ഥാനം കിട്ടൂ. ഇനി നമ്മൾ ഈ പറയുന്ന അൽ ഗൗസ് എന്ന് പറഞ്ഞതും അൽ കുത്തുബ്, ആ സ്ഥാനത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ആ സ്ഥാനത്തിനെ കുറിച്ച് അൽ കുതുബിയത്തുൽ കുബ്ര എന്നും അൽ ഗൗസിയത്തുൽ ഉൽമ എന്നൊക്കെ പറയും. എന്താ അവിടെ ഒരു കുബ്രയും ഉൽമയും പറയാൻ കാരണം? അത് ഈ കിതാബിൽ ലവാമിഉൽ ബർക്കിൽ മൂഹിൻ ഫി മഅന മാ വസിഅനി അർളി വലാ സമായി വ വസിഅനി ഖൽബു അബ്ദുൽ മുഅ്മിൻ എന്ന് പറഞ്ഞ നല്ലൊരു കിതാബ് ഖുതുബുദ്ദീൻ അഷ്ശൈഖ് അബ്ദുൽ കരീമിൽ ജീലി റളിയല്ലാഹു അൻഹു, ജീലാനി തങ്ങളെ പേരക്കുട്ടി അവരെ എഴുതിയത്. ഈ കിതാബിൽ പറയുന്നുണ്ട് ഔലിയാക്കന്മാരെ മർത്തബ. ഇതിൻ്റെ 86-ാമത്തെ പേജ്, ലവാമിഉൽ ബർക്കിൻ്റെ 86-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, അൽ മർത്തബത്തുൽ ലൂല തുസമ്മൽ കുതുബിയ്യ, കുതുബിയ്യ എന്ന മർത്തബ, വഹിയൽ ഗൗസിയത്തുൽ കുബ്ര, അതിനാ ഗൗസിയത്തുൽ കുബ്ര എന്ന് പറയുന്നത്. ലാ തകൂനു ഇല്ലാ ലി വാഹിദിൻ, ഒരാൾക്ക് മാത്രമേ അത് കിട്ടൂ. അൽ മർത്തബത്തു സാനിയ തുസമ്മൽ ഇമാമിയ്യ, രണ്ടാമത്തെ മർത്തബക്ക് ഇമാമിയ്യ എന്ന് പറയും. അത് നേരത്തെ പറഞ്ഞതാണ് ഞാൻ. കുത്തുബിൻ്റെ രണ്ട് ഭാഗത്ത് ഇമാമാനി എന്ന് പറഞ്ഞ രണ്ടാളുകളുണ്ട്. അവരുടെ സ്ഥാനത്തിന് പറയാം ഇമാമിയ്യ എന്ന് പറയും, ഇമാമത്ത് എന്നും പറയും. വഹിയൽ ഗൗസിയത്തു സുഗ്ര, അതിന് ഗൗസിയത്തു സുഗ്ര എന്ന് പറയും. കാരണം കുത്തുബ് നിയന്ത്രിക്കാൻ പറ്റാതെ ഇഗാസത്ത് ചെയ്യാൻ പറ്റാത്ത ചില അവസ്ഥകളിലാകുമ്പോൾ അന്നേരം ഇഗാസത്ത് ചെയ്യാനും തദ്ബീർ ചെയ്യാനും ഉള്ളവരാണ് രണ്ട് ഇമാമികൾ. അതുകൊണ്ട് അവർക്കും ഉണ്ട് ഗൗസിയത്ത്, പക്ഷെ അവർ ഗൗസിയത്ത് സുഗ്ര എന്നാണ് പറയാം. ലാ തകൂനു ഇല്ലാ ലിസ്നൈൻ, രണ്ടാക്കിയതുണ്ടാവും. അഹദൂമ നായിബുൻ ലിൽ കുത്തുബി, കുത്തുബിൻ്റെ നായിബായിരിക്കും. ഫി ആലിമുൽ അർവാഹി വൽ ബറാസിഖി, ആലിമുൽ അർവാഹിലും ആലിമുൽ ബർസഖിലും. വസാനി നായിബുഹു ഫി ആലിമുൽ അജ്സാമി, ആലിമുൽ അജ്സാമിലാണ് രണ്ടാമത്തെ ആൾ നായിബ്. ഇങ്ങനെ അല്ല ബാക്കിയുള്ള മർത്തബയൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇനി മൗസൂഅ 18, ഈ കിതാബ് നമ്മൾ ആലിമീങ്ങൾ പരിചയപ്പെടേണ്ട ഒരു കിതാബാണ്. മൗസൂഅത്തുൽ കസ്നസാൻ ഫീ മസ്തലഹ അലൈഹി ഹൗലു തസവ്വുഫി വൽ ഇർഫാൻ. ഇതിൽ തസവൂഫിൻ്റെ എല്ലാ ഇസ്തുലാഹുകളും നമ്മളെ ഇന്ന് ലോകത്ത് പ്രിൻ്റ് ചെയ്യപ്പെട്ടതും പ്രിൻ്റ് ചെയ്യപ്പെടാതെ മഖ്സൂത്തായി കിടക്കുന്നതുമായ കിതാബുകളൊക്കെ പരതി അതിലൊക്കെയുള്ള ഇബാറത്ത് അതുപോലെ ഉദ്ധരിച്ച് അതിൻ്റെ പേജ് നമ്പർ കൊടുത്ത് ശേഖരിച്ച ഒരു വലിയ ബൃഹത്തായ സേവനാണ് ഈ കിതാബ്. ഇത് 20 ചില്ലാനം വാള്യങ്ങളുണ്ട്. ഇതിൽ കുത്തുബിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 218, 204 പേജ്. അൽ കുത്തുബു വഖദ് യുസമ്മൽ ഗൗസ് ബിഇതിബാരിൽ ഇൽതിജാഇൽ മൽഹൂഫി ഇലൈഹി. മൽഹൂഫ് എന്ന് പറഞ്ഞാൽ മഹസൂന്, മക്രൂബായ ആളുകൾ ഇസ്തിഗാസ നടത്തുന്നതിനനുസരിച്ച് ഗൗസ് എന്നും പേരുണ്ട്. ഹുവ ഇബാറത്തുൻ അനിൽ വാഹിദില്ലദി, ഒരാളെ പറ്റിയാൽ പറയാം, അല്ലദി ഹുവ മൗദിഉ നദറില്ലാഹി തആല ഫി കുല്ലി സമാൻ. ഒരാളെ ഉണ്ടാവും ആ സ്ഥാനത്ത്. അയാൾ മരിച്ചാൽ അല്ലെങ്കിൽ അയാൾ ആ സ്ഥാനം ഒഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാൾ ക്യാൻസൽ ചെയ്യപ്പെട്ടാൽ വേറെ ആൾ അങ്ങോട്ട് വരും. അയത്വാഹു, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അയത്വാഹു അത്വൽസമൽ അഅ്ളം മില്ലദുന്നു,
അല്ലാഹു തആല വലിയ സിറ് കൊടുത്ത ആളാണ്. ഇസ്മുൽ ആദമും സിറും കൊടുത്ത ആളാണ്. വലൗ അൽഖൈതു സിർരി ഫീ ബിഹാരി എന്നൊക്കെ പറഞ്ഞില്ലേ മൊയ്‌ദി ശൈഖ് റളിയല്ലാഹു അൻഹു. എൻ്റെ സിറ് ഞാൻ നരകത്തിൽ കിട്ടാൻ നരകമില്ലാതാവും, കടലിൽ കിട്ടാൽ കടലിലെ വെള്ളം വറ്റും എന്നൊക്കെ പറഞ്ഞല്ലോ. വഹുവ യസ്രി ഫിൽ കൗനി, പ്രപഞ്ചത്തിൽ മൊത്തം കുത്തുബിൻ്റെ സറയാനുണ്ടാവും. സറയാൻ എന്ന് പറഞ്ഞാൽ പ്രസരണം എന്നാണ്, കുത്തുബിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രസരണം, നിയന്ത്രണത്തിൻ്റെ. വഅയാനിഹിൽ ബാത്തിനത്തി വല്ലാഹിറത്തി സറയാന റൂഹി ഫിൽ ജസദി, റൂഹി ശരീരത്തിൽ പ്രസരിക്കുന്നത് പോലെ കുത്തുബ് പ്രപഞ്ചത്തിൻ്റെ അയാനു ലാഹിറത്തിലും ബാത്തിനത്തിലും പ്രസരിക്കും. ബിയദിഹി ഖിസ്താസുൽ ഫൈദുൽ അഅം. ഇങ്ങനെ കുറേ ഇബാറത്തുകളുണ്ട്. ഞാനത് ഒന്നായിട്ട് വായിച്ചാൽ ബുദ്ധിമുട്ടാണ്, അർത്ഥം വെക്കാനൊന്നും സമയമല്ല. പിന്നെ ചിലർ പറയുന്നുണ്ട് ഇബ്നു അറബി തങ്ങൾ കുത്തുബ് എന്ന് കുത്തുബും ഗൗസും രണ്ടാന്ന് പറഞ്ഞിങ്ങനെ, അല്ല കുത്തുബുൽ അക്താബ് ഒക്കെ രണ്ടാന്ന് പറഞ്ഞ്, രണ്ടല്ല ഒന്നാ തന്നെ പിന്നെ ഇബ്നു അറബി പറഞ്ഞിട്ടില്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അൽ കുത്തുബു വഹുവൽ ഗൗസു എന്ന് പറഞ്ഞു കാണും. റസായിൽ ഇബ്നു അറബി എന്ന് പറഞ്ഞ് കുത്തുബിയത്തിനെ പറ്റി, കുത്തുബിനെ പറ്റി മാത്രം ഒരു കിതാബ് എഴുതിയിരിക്കണ് ഇബ്നു അറബി തങ്ങൾ. അതാണ് ആ കിതാബ്, ഇത് റസായിൽ ഇബ്നു അറബി. ഇതിൽ കുത്തുബിനെ പറ്റി മാത്രം ഒരു കിതാബുണ്ട്, ഒരു റിസാലുണ്ട്. അതിൽ പറയുന്നുണ്ട് അൽ കുത്തുബ് വഹുവൽ ഗൗസു, കുത്തുബിന് തന്നെയാണ് ഗൗസ് എന്ന് പറയുന്നത്. അതുപോലെ ഇബ്നു അറബി തങ്ങൾ ഇസ്തിലാഹത്തു സൂഫിയ എന്ന് പറഞ്ഞ വേറൊരു കിതാബുണ്ട്, അതും ഇതിൽ തന്നെ ഉണ്ട്. ഇസ്തിലാഹത്തു സൂഫിയ എന്ന വേറൊരു കിതാബ് എഴുതിയത്, അത് അവരോട് നിങ്ങൾ ഫുതുഹാത്തു മക്കിയ എഴുതിയത് നമുക്കാർക്കും തിരുണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിലുള്ള പ്രധാനപ്പെട്ട വാക്കുകൾ ഹല്ല് ചെയ്യാൻ വേണ്ടി, ഇസ്തിലാഹത്ത് ബയാൻ ചെയ്യാൻ വേണ്ടി ഇബ്നു അറബി തങ്ങൾ എഴുതിയൊരു കിതാബാണ് പിന്നെ ഇസ്തിലാഹത്തു സൂഫിയ. അത് താരീഫാത്തുൽ ജുർജാനിൻ്റെ ലാസ്റ്റ് അതിൻ്റെ കൂടി മത്തുബുവായിട്ടുണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൂടിയുണ്ട്, ഈ കിതാബിലുണ്ടത്. അതിലും പറഞ്ഞിട്ടുണ്ട് കുത്തുബും ഗൗസൊക്കെ ഒന്നാണ്. പിന്നെ ഗൗസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് രണ്ടാമത്തെ ചോദ്യം. ഗൗസ് പറഞ്ഞാൽ എന്താ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞുമെന്ന് മനസ്സിലായി, കുത്തുബും ഗൗസൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. ഇസ്തിഗാസ ചെയ്യപ്പെടുന്നു, ഇഗാസത്ത് ചെയ്യുന്നു എന്നുള്ള നിലക്ക് ഗൗസ് എന്ന് പറയും എന്ന് മാത്രം. പിന്നെ ഗൗസ് ഗൗസ് ഒരു നിലക്കേനെ പ്രയോഗിക്കുള്ളൂ. ഗൗസിനെ ഏത് നിലക്ക്? കുത്തുബുൽ അഖ്താബ് എന്നുള്ള മാനക്ക് ഗൗസിനെ പ്രയോഗിക്കുള്ളൂ. കുത്തുബിനെ പിന്നെ വേറെയും അർത്ഥത്തിൽ കുത്തുബിനെ പ്രയോഗിക്കും. അങ്ങനെ ഒരു വ്യത്യാസവുമുണ്ട്. ആ വിഷയം ജവാഹിറിൽ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ജവാഹിറുൽ അജീബിയിലുണ്ട്, മിഹ്റാജു തസവ്വുഫിലുണ്ട്, പിന്നെ മുനാബിൻ്റെ ഇർഗാമു ഔലിയായി ഷൈത്വാൻ അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇസ്തിലാഹത്തു സൂഫിയയിലും പറഞ്ഞിട്ടുണ്ട്, ലത്തായിഫുൽ കാഷാനിയിലുണ്ട്, പിന്നെ നമ്മൾ പറഞ്ഞ മൗസൂഅയിലുണ്ട്, മൗസൂഅത്തുൽ കസ്നസാൻ അതിലുണ്ട്. ആദ്യത്തെ കുത്തുബ് പിന്നെ മുർസലിങ്ങളാണ് കുത്തുബിയത്തിൽ ഔദ്യോഗികം. ആദ്യത്തെ കുത്തുബ് ആദൻ നബിയാണെന്നൊക്കെ ഉള്ള വിശദീകരണം യവാഖീത്ത് വൽ ജവാഹിറിൽ 338 പേജിലാണുള്ളത്. നമ്മളെ കയ്യിലുള്ള ഈ യവാഖീത്തിൽ ഇതിൽ 338 പേജാണ്. ഇത് 2 വാള്യുണ്ട്, പക്ഷേ പേജ് ഒന്നാണ്, ഒറ്റ പേജ് ഒന്നായിട്ട് കൊടുത്തതാണ്.